ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്. 2018 സുപ്രീം കോടതി ശബരിമല വനിതാ പ്രവേശ വിധി പ്രഖ്യാപിച്ച സമയത്ത് വിധിക്കൊപ്പം നിന്ന് നിലപാടെടുത്തതാണ് ഒന്നാം പിണറായി സർക്കാർ. തിരുവനന്തപുരം പുത്തരിക്കണ്ടം മൈതാനം തൊട്ട് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നവോത്ഥാന സദസ്സുകൾ സംഘടിപ്പിച്ചു. നവോത്ഥാന സംരക്ഷണ സമിതി രൂപീകരിച്ചു. വനിതകളെ പങ്കെടുപ്പിച്ച് നവോത്ഥാനം അതിൽ തീർത്തു. കേരളത്തിലെ പുരോഗമന സമൂഹവും ദളിത് ചിന്തകരുമെല്ലാം സർക്കാരിനൊപ്പം നിന്നു. 4 വോട്ടിന് വേണ്ടിയല്ല, നവോത്ഥാന പാരമ്പര്യത്തിന്റെ തുടർച്ചയായിട്ടാണ് സുപ്രീം കോടതി വിധിയെ സ്വാഗതം ചെയ്യുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. എന്നാൽ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കനൽ ഒരു തരിയായി അവശേഷിച്ചപ്പോൾ നവോത്ഥാനം പറണത്തുവെച്ചു. വീടുകൾ തോറും കയറിയിറങ്ങി പാർട്ടി പിഴവ് പറ്റിയെന്ന് സമ്മതിച്ചു. നവോത്ഥാനം 4 വോട്ടിന് മാറ്റിവെക്കാമെന്ന് സമ്മതിച്ചു. പഴയ അധ്യായത്തെക്കുറിച്ച് ഇനി മിണ്ടണ്ട എന്നാണ് ഇന്ന് പാർട്ടി സെക്രട്ടറി പറയുന്നത്. ആചാരമാണ് മുഖ്യമെന്ന് പറയുന്ന രണ്ടാം പിണറായി സർക്കാരിന് നവോത്ഥാനത്തിനൊപ്പം നിന്നവരോട് പറയാനെന്തുണ്ട്? യുവതീ പ്രവേശനത്തെ അനുകൂലിക്കുന്ന സത്യവാങ്മൂലം ദേവസ്വം ബോർഡ് പിൻവലിക്കുമോ? ഭരണഘടനാ ബെഞ്ചിന് മുന്നിൽ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് സർക്കാർ ആചാര സംരക്ഷകരായി രംഗപ്രവേശം ചെയ്യുമോ? നവോത്ഥാനത്തിൽ നിന്നും അയ്യപ്പ സംഗമത്തിലേക്ക് എത്തുമ്പോൾ മതിൽ പൊളിച്ചോ എന്നതാണ് ചോദ്യം. ചർച്ചയിൽ CPM-ൽ നിന്നും M പ്രകാശൻ, ഹിന്ദു ഐക്യവേദിയിൽ നിന്നും RV ബാബു, കോൺഗ്രസ് സഹയാത്രികൻ N ശ്രീകുമാർ, അഡ്വക്കേറ്റ് ആശ ഉണ്ണിത്താൻ അഭിഭാഷക എന്നിവർ ചർച്ചയിൽ. ആദ്യം ശ്രീ M പ്രകാശനിലേക്ക്. ശ്രീ M പ്രകാശൻ, ഇനിയിപ്പോൾ പുതിയ നിലപാടുമായി ബന്ധപ്പെട്ട് മാത്രമേ CPM പ്രതികരിക്കുകയുള്ളൂ. അതായത് നവോത്ഥാന സമിതി രൂപീകരിക്കുകയും നവോത്ഥാന സംരക്ഷണം എന്ന രൂപത്തിൽ എല്ലാവരെയും ഒരുമിപ്പിക്കുകയും ഒക്കെ ചെയ്ത ഒരു ഘട്ടമുണ്ടായിരുന്നല്ലോ 2018 സുപ്രീം കോടതി വിധിക്കൊപ്പം നിന്ന നിലപാട്. ആ നിലപാട് തെറ്റായി പോയി എന്ന തിരിച്ചറിവാണോ നിങ്ങൾക്കിപ്പോഴുള്ളത്? CPM-ന് വിശ്വാസത്തോടും വിശ്വാസികളോടുമുള്ള സമീപനം സുവ്യക്തമാണ്. അത് പരസ്യപ്പെടുത്തപ്പെട്ട ഒന്നുമാണ്. ഇവിടെ വിശ്വാസികളെല്ലാം ഞങ്ങളുടെ കൂടെയാണ് എന്ന് വിശ്വസിക്കുന്ന ഒരുപറ്റം ആളുകളാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ചർച്ച ഉയർത്തിക്കൊണ്ടുവരുന്നത്. എന്നാൽ ഞങ്ങൾ കേരളത്തിലെ CPM-ന് നല്ലതുപോലെ ബോധ്യമുണ്ട്. കേരളത്തിലെ വിശ്വാസികളിൽ മഹാഭൂരിപക്ഷവും ഞങ്ങളുടെ കൂടെയാണ്, രാഷ്ട്രീയമായി ഞങ്ങളുടെ കൂടെയാണ്. വിശ്വാസത്തോട് ഞങ്ങൾ സ്വീകരിക്കുന്ന നിലപാട് അത് എല്ലാ കാലത്തും ഞങ്ങൾ പരസ്യമായി സൂചിപ്പിച്ചിട്ടുള്ളതാണ്. ഞങ്ങൾക്ക് വിശ്വാസമുണ്ടോ വിശ്വാസമില്ലയോ എന്നുള്ളതല്ല മൗലികമായ പ്രശ്നം. മൗലികമായ പ്രശ്നം വിശ്വാസികളുടെ വിശ്വാസത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ഉത്തരവാദിത്വം അത് ഏറ്റെടുക്കുന്നതിൽ എന്താണ് ഞങ്ങളുടെ കടമ എന്നുള്ളതാണ്. ഇപ്പോൾ നിങ്ങൾ കാണാൻ വേണ്ടി ഇന്ത്യ രാജ്യത്ത് ക്രിസ്ത്യാനികൾ ആക്രമിക്കപ്പെട്ടപ്പോൾ അവർക്ക് കുർബാന നടത്തുന്നതിന് വേണ്ടിയിട്ട് സ്വന്തം പാർട്ടി ഓഫീസ് വിട്ടുകൊടുത്തിട്ടുള്ള ഒരു പാർട്ടിയാണ് CPM. ഇവിടെ കേരളത്തിൽ, ഇവിടെ തലശ്ശേരിയിൽ RSSകാർ ഈ ന്യൂനപക്ഷത്തെ, പ്രത്യേകിച്ച് മുസ്ലിങ്ങളെ ആക്രമിക്കാൻ, അവരുടെ ആരാധനാ കേന്ദ്രങ്ങൾ ആക്രമിക്കാൻ മുന്നോട്ടേക്ക് വന്നപ്പോൾ അതിന് കാവൽ നിൽക്കാൻ CPM-ൻ്റെ പ്രവർത്തകന്മാരെ അയക്കുന്നതിന് മടി കാണിക്കാത്ത പ്രസ്ഥാനമാണ് CPM. അതുകൊണ്ട് ഞങ്ങൾക്ക് വിശ്വാസത്തെയും അതുപോലെ വിശ്വാസികളെയും സംബന്ധിച്ച നിലപാട് അത് പകൽ വെളിച്ച പോലെ വ്യക്തമായ ഒന്നാണ്. ഇത് ഇന്നത്തെ ഒരു പ്രത്യേക സാഹചര്യമുണ്ട്. എന്താണ് സാഹചര്യം? നേരത്തെ ഉള്ളതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വിശ്വാസത്തെ ഒരു രാഷ്ട്രീയ ആയുധമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു ഇന്ത്യ രാജ്യത്തെ വർഗീയ ശക്തികൾ. അത് ഹൈന്ദവ വർഗീയത ഒരു ഭാഗത്തുണ്ട്, അതുപോലെ ന്യൂനപക്ഷ വർഗീയത മറുഭാഗത്തുണ്ട്. വിശ്വാസത്തെയും അതുപോലെ ആരാധനാക്രമങ്ങളെയും ആരാധനാലയങ്ങളെയും ഉപയോഗിച്ചുകൊണ്ട് രാഷ്ട്രീയ ദുഷ്ടലാക്കോടെ അധികാരം പിടിക്കാൻ വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന നീക്കമാണ് ഇന്ത്യ രാജ്യത്ത് കഴിഞ്ഞ 11 കൊല്ലക്കാലമായിട്ട് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ, നരേന്ദ്രമോദി ഗവൺമെൻറ്റിൻ്റെ മുൻകൈയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ആരാധനാലയങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് എന്തെന്തു കാര്യങ്ങൾ അവർ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് നമ്മളെല്ലാം കാണുകയാണ്. ഒരു ഭാഗത്ത് അന്ധവിശ്വാസങ്ങളെ, അനാചാരങ്ങളെ ശക്തിപ്പെടുത്തുക, മറുഭാഗത്ത് ആരാധനാലയങ്ങളെ തങ്ങളുടെ പരിധിയിൽ കൊണ്ടുവരിക, അതുപോലെ തന്നെ വിശ്വാസത്തെ ഉപയോഗിച്ചുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ പ്രചാരവേല സംഘടിപ്പിക്കുക, ഇതെല്ലാം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത്തരമൊരു സാഹചര്യത്തിൽ വിശ്വാസവും ആരാധനാക്രമങ്ങളും ആരാധനാലയങ്ങളും രാഷ്ട്രീയ ഉപകരണങ്ങളായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സവിശേഷ കാലത്ത് ഇവിടെ വർഗീയതക്കെതിരെ അണിചേരുന്ന ശക്തികളെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് വിശ്വാസികളുടെ കൂടെ നിൽക്കുക എന്നുള്ളത്. അവരുടെ വികാരങ്ങളും സ്വാംശീകരിക്കാനാവുക എന്നുള്ളത്, അവരെ സംരക്ഷിക്കുന്നത് വർഗീയവാദികളല്ല എന്ന കാര്യം ബോധ്യപ്പെടുത്തുക എന്നുള്ളത്. വർഗീയ നിലപാടെടുക്കുന്നവരുടേത് 2025 സംഭവിച്ചതാണോ അതോ നേരത്തെയുള്ളതാണോ? താങ്കൾ പറയുന്നതനുസരിച്ച് മോദി ഭരണത്തിൽ വന്നത് മുതൽ നിങ്ങൾക്കത് വ്യക്തമായി എന്നാണ്. അതിനു മുൻപ് തന്നെ പല സംഭവവികാസങ്ങളും രാജ്യം സാക്ഷ്യം വഹിച്ചിട്ടുള്ളതാണ്. അപ്പോൾ 2025 നിങ്ങൾക്ക് വന്നിരിക്കുന്ന ഒരു വലിയ തിരിച്ചറിവ് എന്താണ് 2018 നിന്നും 2025 എത്തുമ്പോൾ?
2014 നിന്ന് 2025 നമ്മുടെ രാജ്യത്തിലെ വർഗീയത പർവ്വത സമാനമായിട്ട് വളർന്നിരിക്കുന്നു. അവർ സകല സംവിധാനങ്ങൾ ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടി കഴിയും. അവർ ഈ പറയുന്ന പോലെ വിഘ്നേശ്വര പൂജ ഈ കേരളത്തിൽ എപ്പോഴും ഉണ്ടായിട്ടുണ്ടോ? അതിനെ തങ്ങളുടെ രാഷ്ട്രീയ ആയുധമായിട്ട് ഉപയോഗപ്പെടുത്തുകയാണ്. അതുപോലെ ശ്രീകൃഷ്ണൻ ഹിന്ദുക്കളുടെ മനസ്സിലെ താഴത്തിൽ വേരോട്ടമുള്ള ഒരു ദൈവമാണ്, അതിനെ ഉപയോഗപ്പെടുത്തുകയാണ്. ഇങ്ങനെ ആരാധനാലയങ്ങൾ, അതുപോലെ തന്നെ ദൈവം, വിശ്വാസം, ഇതിനെല്ലാം പൂർണ്ണമായിട്ട് രാഷ്ട്രീയ ചട്ടുവങ്ങളായിട്ട് ഉപയോഗിക്കുന്ന ഒരു കാലം 2014 പോലെയല്ല 2025. അത് ഒരുപാട് ശക്തിപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയുന്നതാണ്. വരുമ്പോഴുള്ള നിങ്ങളുടെ നിലപാടിലെ വ്യത്യാസമാണ് ഞാൻ ചോദിച്ചത്. 2018 നിന്നും 2025 എത്തുമ്പോൾ ഇതൊക്കെയുള്ള കാലമാണല്ലോ, നേരത്തെ തൊട്ടേ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. രാജ്യത്ത് ഇതൊക്കെ തന്നെ നിലനിൽക്കുന്നു. ഞാൻ CPM-ൽ 2018 നിന്നും 2025 വരുമ്പോൾ എന്തു മാറ്റമെന്ന് വ്യക്തത വരുത്തുമോ? CPM-ൽ ഒരു മാറ്റവും 2018 മുതൽ 2025 വരെ ഉണ്ടായിട്ടില്ല. ഇപ്പം നിങ്ങൾ പറയുന്നത് 2018 സുപ്രീം കോടതി വിധിയെ സംബന്ധിച്ചാണല്ലോ. സുപ്രീം കോടതി വിധിയെ സംബന്ധിച്ച ഞങ്ങളുടെ നിലപാട് ഞങ്ങൾ പരസ്യപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ പിന്നെ BJP-യുടെ ആളുകൾ സംസാരിക്കുന്നത് കേട്ടാൽ തോന്നുക എന്തോ അയ്യപ്പ സന്നിധിയിലേക്ക് സ്ത്രീകളെ കയറ്റാൻ തീരുമാനിച്ച CPM ആണെന്നാണ്. അല്ലല്ലോ, രാജ്യത്തിലെ പരമോന്നത നീതിപീഠമാണ് അത്തരമൊരു തീരുമാനമെടുത്തത്. ആ തീരുമാനത്തോട് ഞങ്ങളുടെ നിലപാട് എന്താണെന്നുള്ളത് ഞങ്ങൾ അക്കാലത്ത് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ ഓരോ തീരുമാനം മാറിയിട്ടില്ല. സുപ്രീം കോടതിയിലെ 2018 വിധിയോട് ഇപ്പോൾ 2025 CPM-നുള്ള നിലപാട് എന്താണ്? 2018 ആ വിധി അതുപോലെ നിൽക്കുന്നില്ല എന്ന് മനസ്സിലാക്കണം സ്മൃതി. അത് ഭരണഘടനാ ബെഞ്ചിന് വിട്ടു. അല്ല, നിങ്ങൾക്കൊരു നിലപാടുണ്ടാകുമല്ലോ. സുപ്രീം കോടതി വിധി അതേപടി നടപ്പാക്കുക എന്നതിനപ്പുറം നിങ്ങൾക്കൊരു നിലപാടുണ്ടല്ലോ. പറയാൻ എന്താണ് ഇത്ര ബുദ്ധിമുട്ട്? അല്ല, സുപ്രീം കോടതി വിധിയെ സംബന്ധിച്ചല്ലെന്ന്. ഞങ്ങൾക്ക് ദൈവത്തെക്കുറിച്ച് ഞങ്ങളുടേതായ ഒരു നിലപാടുണ്ട്, വിശ്വാസത്തെക്കുറിച്ച് ഞങ്ങളുടേതായ നിലപാടുണ്ട്. അത് നിങ്ങളുടെ വിശ്വാസത്തെ കുറിച്ചല്ല ഞാൻ ചോദിച്ചത്. ശ്രീപ്രകാശൻ, കമ്മ്യൂണിസ്റ്റുകാർക്ക് വിശ്വാസം വേണമോ വിശ്വാസം വേണ്ടേ? കമ്മ്യൂണിസ്റ്റുകാർ തലയിൽ മുണ്ടിട്ട് അമ്പലത്തിൽ പോകണമോ? അതല്ല എൻ്റെ ചോദ്യം. ഞാൻ ചോദിക്കുന്നത് വിശ്വാസവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ പൊതു നിലപാട്, നിങ്ങൾക്കകത്തെയല്ല, നിങ്ങൾക്ക് പൊതുവായി എടുക്കുന്ന നിലപാട്. നിങ്ങൾ 2018 നിന്നും 2025 എത്തുമ്പോൾ എന്തു മാറ്റമാണ്? നിങ്ങൾ നേരത്തെ പറഞ്ഞത് 2018 വിധി നടപ്പാക്കുന്ന ഘട്ടത്തിൽ നിങ്ങൾ പറഞ്ഞത് 4 വോട്ടിന് വേണ്ടി എടുക്കുന്ന നിലപാടല്ല. അതായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വാചകം. 4 വോട്ടിന് വേണ്ടി എടുക്കുന്ന നിലപാടല്ല, ഇത് നവോത്ഥാനത്തിന്റെ തുടർച്ചയാണ് സുപ്രീം കോടതി വിധി. ആ വാചകം എനിക്ക് 2025 ഒരു CPM നേതാവിൽ നിന്ന് കേൾക്കാൻ പറ്റുമോ? ശ്രീ എം പ്രകാശൻ, ഒരു വ്യക്തത വരുത്തൂ. എത്ര നേരമായി ചോദിക്കുന്നു. സ്മൃതി, നിങ്ങൾ വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കണം. നിങ്ങളൊരു മാധ്യമ പ്രവർത്തകയാണ്. കമ്മ്യൂണിസ്റ്റുകാരും പിന്നെ തലയിൽ മുണ്ടിട്ട് ക്ഷേത്രത്തിൽ പോകണം എന്നൊന്നും അപഹസിക്കാൻ നിങ്ങൾ ആയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങൾ CPM-ന്റെ ആളുകൾ അമ്പലത്തിൽ പോകാൻ പാടില്ല നിങ്ങളോട് പറഞ്ഞിരിക്കുന്നേ? ഞങ്ങൾ പിന്നെ അമ്പലത്തിൽ പോകണമെങ്കിൽ തലയിൽ മുടരുന്ന് നിങ്ങളോട് പറഞ്ഞിരിക്കുന്നേ? വൃത്തികാട് പറയരുത്. ഈ CPM-ന്റെ ആളുകൾക്ക് അമ്പലത്തിൽ പോകാൻ പാടില്ല നിങ്ങളോട് ആരാണ് പറഞ്ഞിരിക്കുന്നത്? സംസാരിക്കാം. പരസ്പരം യോജിക്കാത്ത വിഷയങ്ങളിൽ CPM-ന്റെ ആളുകൾ തലയിൽ മുണ്ടിട്ടാണ് അമ്പലത്തിൽ പോകാന്ന് പറയാൻ മാത്രം സ്മൃതി വളർന്നിട്ടില്ല. നിങ്ങളാണ് എന്നോട് ചോദ്യം ചോദിക്കുന്നത്. സ്മൃതിയുടെ വളർച്ച സ്മൃതിയുടെ വളർച്ച എനിക്കൊരു വിഷയമേ അല്ല. സ്മൃതിയുടെ വളർച്ച എനിക്കൊരു വിഷയമേ അല്ല. പക്ഷേ ഞാൻ പറയാം സ്മൃതി, ഞാൻ പറഞ്ഞത് സ്മൃതിയുടെ വളർച്ചയോ തളർച്ചയോ എനിക്കൊരു വിഷയമല്ല. പക്ഷെ എന്നോട് സംസാരിക്കാൻ സ്മൃതി വരുമ്പോ സ്മൃതി സൂക്ഷിച്ച് മാത്രമേ സംസാരിക്കാൻ പാടുള്ളൂ. ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവും ഇങ്ങനെ രഹസ്യമായ അമ്പലത്തിലേക്ക് പോകുന്നില്ല എന്ന് അങ്ങേക്ക് പറയാൻ പറ്റുമോ? അങ്ങനെ ഇഷ്ടംപോലെ ആളുകളുണ്ട്. അങ്ങ് പോകുന്നില്ലായിരിക്കാം, അങ്ങേക്ക് അങ്ങയുടെ കാര്യത്തിൽ ഉറപ്പുണ്ടാകാം, ചുറ്റുമുള്ള നേതാക്കളുടെ കാര്യത്തിൽ ഉറപ്പുണ്ടാകാം, അങ്ങനെയല്ലാത്തവരുമുണ്ട്. സ്മൃതിക്ക് കമ്മ്യൂണിസ്റ്റുകാരെ പറ്റിയുള്ള തെറ്റിദ്ധാരണയോടെ പറയുന്നത്. ഞാൻ CPM-ന്റെ സംസ്ഥാന കമ്മിറ്റി അംഗമാണ്. ഞാൻ അമ്പലത്തിൽ പോകാറുണ്ടല്ലോ. ഞാൻ തലയിൽ മുന്നിട്ട് പോകണമെന്ന് നിങ്ങളിപ്പോൾ പറഞ്ഞതിൻ്റെ അർത്ഥം
അദ്ദേഹം പറഞ്ഞു നിങ്ങൾ എന്ത് വൃത്തികേടാ പറയുന്നത്? ശരി, CPM എപ്പോഴൊക്കെ പറഞ്ഞിട്ടുണ്ടോ അമ്പലത്തിൽ പോകാൻ പാടില്ലെന്ന്? അപ്പോൾ സാഹചര്യം അതായത് കമ്മ്യൂണിസ്റ്റ് നേതാക്കൾക്ക് വിശ്വാസമാകാം. ശരി, അപ്പോൾ തലയിൽ മുണ്ടിട്ട് പോകേണ്ട അവസ്ഥയിൽ നിന്ന് മാറിയിരിക്കുന്നു. അപ്പോൾ ആ രൂപത്തിൽ മാറിയിരിക്കുന്നു. അതായത് മുമ്പ് കമ്മ്യൂണിസ്റ്റുകാർക്ക് അങ്ങനെ പാടില്ല എന്നായിരുന്നല്ലോ. അമ്പലത്തിൽ പോകുന്ന വിശ്വാസമായി ബന്ധപ്പെട്ട് CPM നേരത്തെ എടുത്ത നിലപാടല്ലോ ഇപ്പോൾ. നിങ്ങളുടെ അല്പധാരണ വെച്ചുകൊണ്ട് പറയരുതെന്ന്. കാലം മുതൽ ഞങ്ങളുടെ മന്ത്രിമാർ പോകാറുണ്ട്. ഞാൻ ചോദിക്കുന്ന ഇത്രയേ ഉള്ളൂ, 2018 സുപ്രീം കോടതി CPIM ഇപ്പോഴത്തെ നിലപാട് എന്താണ്? ഞാൻ ആളല്ല സ്മൃതി. ശ്രീ എം പ്രകാശൻ, 2018 സുപ്രീം കോടതി നിലപാട് ഞാൻ പറഞ്ഞാലും ഞങ്ങളുടെ വ്യക്തമാണ്. ഞങ്ങളുടെ നിലപാടെന്നേ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളെ വിധി തള്ളി പറഞ്ഞിട്ടുണ്ടോ? ഞങ്ങളുടെ വിധി എപ്പോഴെങ്കിലും തള്ളി പറഞ്ഞിട്ടുണ്ടോ? അല്ലല്ല, അങ്ങനെയല്ല. ഇല്ലല്ലോ. ഞാൻ പറയാം ശ്രീ എം പ്രകാശൻ, ഞാൻ പറയാം ശ്രീ എം പ്രകാശൻ. ബിന്ദു അമ്മിണി ഈ ശബരിമലയിൽ പ്രവേശിച്ച വനിത ബിന്ദു അമ്മിണി പറയുന്നു അവർക്ക് ഈ അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കാൻ താല്പര്യമുണ്ടായെന്ന്. അങ്ങനെ പറഞ്ഞപ്പോൾ മന്ത്രി VN വാസവൻ നടത്തിയ പ്രതികരണം ഇതാണ്: അവരെ പോലുള്ളവർക്ക് വരാനുള്ള ഇടമല്ല അത് വിശ്വാസികൾക്കുള്ള സ്ഥലമാണ്. ശരി, അവരെ പോലുള്ളവർക്ക് വരാനുള്ള ഇടമല്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ ഈ വനിതാ പ്രവേശവുമായി ബന്ധപ്പെട്ട് മറ്റൊരു നിലപാടിലേക്ക് നിങ്ങൾ എത്തിയിരിക്കുന്നു എന്ന സംശയം തോന്നുകയാണ്. അതിലൊരു ക്ലാരിറ്റി അല്ലേ ചോദിക്കുന്നത്? വനിതാ പ്രവേശത്തിൽ നിങ്ങളുടെ ഇപ്പോഴത്തെ നിലപാട് പഴയ നിലപാടിൽ നിന്ന് മാറിയോ? വനിതാ പ്രവേശനം ഇല്ല. വനിതാ പ്രവേശനം അനുവദിക്കണമോ എന്ന വിഷയം നമ്മുടെ രാജ്യത്തിലെ പരമോന്നത നീതിപീഠത്തിൻ്റെ മുമ്പിലുള്ളൊരു വിഷയമാണ്. ഇപ്പോൾ ഇവിടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നടത്താൻ തീരുമാനിച്ചത് ഈ എല്ലാ രാജ്യങ്ങളിലുമുള്ള അയ്യപ്പന്മാരുടെ ഒരു സംഗമമാണ്, അയ്യപ്പ വിശ്വാസികളുടെ ഒരു സംഗമമാണ്. ആ അയ്യപ്പ വിശ്വാസികളുടെ സംഗമം എന്ന് പറഞ്ഞാൽ അയ്യപ്പനിൽ വിശ്വസിക്കുന്ന ആളുകളുടെ ഒരു സംഘമാണ്. അയ്യപ്പനിൽ വിശ്വസിക്കുന്ന ആളുകളുടെ വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് പറഞ്ഞിരിക്കുന്ന കാര്യം എല്ലാവർക്കും അറിയുന്നതാണ്. അത് വെച്ചുകൊണ്ട് എത്രയോ കാലമായിട്ട് അയ്യപ്പനെ കാണാൻ വന്നുകൊണ്ടിരിക്കുന്ന ആളുകളുടെ ഒരു സംഗമമാണ് തങ്ങൾ നടത്താൻ ഉദ്ദേശിക്കുന്നതെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പറഞ്ഞിട്ടുണ്ട്. ശരി, അങ്ങനെ ആ അയ്യപ്പ സംഗമത്തിൽ ഭക്തരായ വനിതകൾ താല്പര്യപ്പെട്ടാൽ ബിന്ദു അമ്മിണിയെ മാറ്റൂ. ബിന്ദു അമ്മിണിയെ നിങ്ങൾ വിശ്വാസിയായി കാണുന്നില്ല, മാറ്റിവെക്കൂ ആ പേര്. ഇനി ആ ഒരു നിങ്ങൾക്കൊരു വിവാദം, ആ പേര് ഇപ്പോൾ കേൾക്കുമ്പോൾ വലിയ അസ്കതയാണെങ്കിൽ ആ പേരങ്ങ് മാറ്റിവെക്കൂ. വിശ്വാസിയായ ഒരു വനിതയ്ക്ക്, ഒരു ചെറുപ്പക്കാരിക്ക് അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കാൻ പറ്റുമോ ഇല്ലയോ? അല്ല, അയ്യപ്പ സംഗമത്തിൽ ഇപ്പോൾ ക്ഷേത്രത്തിലേക്ക് സ്ത്രീകൾ വരുന്നില്ല എന്നുള്ളതാണല്ലോ ഇപ്പോഴത്തെ നില. ഇപ്പോൾ എത്രയോ കാലമായിട്ട് അവിടെ അയ്യപ്പ കാണുന്നതിന് വേണ്ടി സ്ത്രീകൾക്ക് അനുവദിക്കുന്നില്ല, ഒരു പ്രത്യേക ഘട്ടത്തിലുള്ള സ്ത്രീകൾ അനുവദിക്കുന്നില്ല. അതാണല്ലോ ഇപ്പോഴത്തെ നില. ഇതുവരെയുള്ള അയ്യപ്പന്മാരുടെ സംഗമം അനുവദിക്കുമ്പോൾ ഇതുവരെ അയ്യപ്പനെ കാണാൻ വന്നവരുടെ സംഘമല്ലേ, പിന്നെ വരാത്ത സ്ത്രീകൾ ഉണ്ടാവില്ല. ഇതുവരെ വന്നത് എന്ന് പറഞ്ഞാൽ ഒരു തവണ ദർശനം സാധിച്ച ബിന്ദു അമ്മിണി വരാൻ ആഗ്രഹിക്കുന്നു. വന്നവർ എന്ന് കൂട്ടുമ്പോൾ ഒരിക്കൽ വന്നല്ലോ. അല്ല, ദേവസ്വം ബോർഡോട് ചോദിച്ചോട്ടെ. മന്ത്രി സമ്മതിച്ചില്ലെന്നേ. മന്ത്രിയുടെ വാചകം ഞങ്ങളോട് പറഞ്ഞ റിപ്പോർട്ടർ ടിവിയോട് പറഞ്ഞതാണ്, അവരെ പോലുള്ളവർക്ക് വരാനുള്ള ഇടമല്ല. മന്ത്രി, അതാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ അവരുടെ നിലപാട് എന്താണ് എന്നുള്ളത് വ്യക്തമാക്കിയിട്ടുണ്ട്. അവർ നിരീശ്വരവാദിയാണ് എന്നുള്ള കാര്യം പരസ്യമായിട്ട് വ്യക്തമാക്കിയിട്ടുള്ള ഒരാളാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത് അയ്യപ്പ ഭക്തരുടെ സംഘവുമാണ്. ശരി, അയ്യപ്പ ഭക്തരല്ലാത്ത ആളുകളെ അവിടെ കയറ്റാൻ അനുവദിക്കില്ല എന്നുള്ളത് പകൽ വെളിച്ചം പോലെ വ്യക്തമല്ലേ. ശരി, ഞാൻ RV ബാബുവിലേക്കും N ശ്രീകുമാറിലേക്കും വരുന്നതിന് മുമ്പ് ഞാൻ ആദ്യം പോകുന്നത് ആശാ ഉണ്ണിത്താനിലേക്കാണ്. പ്ലീസ് ശ്രീ എം പ്രകാശൻ. ശരി, ഞാൻ വിശ്വാസികളെ ആകെ അപമാനിക്കുകയാണെന്നുള്ളത് നമ്മൾ ബാക്കിയുള്ളവരുണ്ടല്ലോ ചർച്ചയിൽ, നമുക്ക് മൊത്തം ചർച്ച കഴിഞ്ഞിട്ട് തീരുമാനമെടുക്കാം. അഡ്വക്കേറ്റ് ആശാ ഉണ്ണിത്താൻ, ഈ വനിതാ മതിലിലൊക്കെ ആശാ ഉണ്ണിത്താനും പങ്കെടുത്തു എന്നതാണ് എൻ്റെ ഓർമ്മ. ആ ദിവസങ്ങളിൽ നവോത്ഥാന സംരക്ഷണം, നവോത്ഥാന മതിൽ എന്തൊരാവേശമായിരുന്നു നിങ്ങളടക്കമുള്ള വനിതകൾക്ക്. നിങ്ങൾക്ക് എന്തൊരു പ്രതീക്ഷയായിരുന്നു ഈ സർക്കാർ സ്ത്രീകൾക്കൊപ്പം, അല്ലെങ്കിൽ വലിയൊരു മാറ്റത്തിന് തുടക്കമിടുന്നു, നവോത്ഥാനത്തിലേക്ക്, രണ്ടാം നവോത്ഥാനത്തിലേക്ക് നടന്നെടുക്കുന്നു പിണറായി സർക്കാർ. 4 വോട്ടല്ല പ്രധാനം, പുരോഗമന ആശയങ്ങൾ പിന്തുടർന്നവരാണ് കേരളത്തിൽ മുഴുവനും എന്നൊരു തെറ്റിദ്ധാരണയും നിങ്ങൾക്കുണ്ടായിരുന്നു. ആ മതിൽ അങ്ങും ഭാഗമായിരുന്നല്ലോ. ഇപ്പോഴത്തെ സർക്കാർ നിലപാടിനെ അഡ്വക്കേറ്റ് ആശ എങ്ങനെ കാണുന്നു? യഥാർത്ഥത്തിൽ നമ്മളുടെ ഭരണഘടനാ അവകാശമായിട്ടുള്ള ആർട്ടിക്കിൾ 25 പറയുന്ന റൈറ്റ് ടു പ്രാക്ടീസ് ആൻഡ് പ്രൊഫസ് റിലീജിയന് മുൻപ് റൈറ്റ് ടു ഫ്രീഡം ഓഫ് കോൺസൈൻസ്, നിങ്ങളുടെ മനസ്സാക്ഷിക്കനുസരിച്ച് ജീവിക്കാമെന്നും, പിന്നീട് ആൻഡ് ടു പ്രാക്ടീസ് ആൻഡ് പ്രൊഫസ് റിലീജിയൻ എന്നാണ് അതിൽ എഴുതിക്കുന്നത്. അപ്പോൾ കൺസൈൻസ് ആണ് ആദ്യത്തെ വാക്ക്. ഇത് ആണ് ഈ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം
മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് ഞാനും വിചാരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഭരണഘടനാ അവകാശങ്ങൾ സംരക്ഷിക്കാൻ ഉത്തരവാദിത്തപ്പെട്ട ഗവൺമെൻറ് എന്ന നിലയിൽ കേരള സർക്കാരും അതിൻ്റെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനായിട്ടുള്ള ഇന്ത്യൻ ജുഡീഷ്യറിയുടെ അപ്പെക്സ് ബോഡിയായിട്ടുള്ള സുപ്രീം കോടതിയും എല്ലാം സ്ത്രീകൾക്ക് പ്രവേശിക്കാം എന്ന തീരുമാനം അന്നെടുത്തതും ആ പ്രവേശിക്കാം എന്ന തീരുമാനം പല ജനങ്ങൾക്കും ഉൾക്കൊള്ളാൻ പറ്റാത്തത് കൊണ്ട് അവർക്ക് ബോധവൽക്കരണം ഉണ്ടാവാൻ വേണ്ടി നവോത്ഥാന മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് വനിതാ മതിൽ സ്ഥാപിക്കുകയും ആ വനിതാ മതിലിൽ പ്രധാനപ്പെട്ട സ്ത്രീകൾ പങ്കെടുക്കണം, വനിതാ പ്രവർത്തകർ പങ്കെടുക്കണം എന്ന രീതിയിൽ എന്നെപ്പോലെയുള്ള സുഹൃത്തുക്കൾക്ക് 250 പേര് തൃശ്ശൂർ ജില്ലയിൽ നിന്നും ഇന്ന സ്ഥലത്ത് വന്ന് നിൽക്കണം എന്ന് പറഞ്ഞ് കളക്ട്രേറ്റിൽ നിന്ന് നിർദ്ദേശം കിട്ടിയിട്ടും കൂടിയാണ് ഞങ്ങൾ വന്ന് നിന്ന് വനിതാ മതിലിനെ വിജയിപ്പിച്ചത്. അപ്പോൾ അന്ന് നവോത്ഥാന മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഒരു സർക്കാരിനെയാണ് നമ്മളെല്ലാവരും പിന്തുണച്ചതും അതേ സർക്കാർ തന്നെ വീണ്ടും വരണമെന്ന് ആഗ്രഹിക്കുന്നതും ഇനിയും വരണമെന്ന് ആഗ്രഹിക്കുന്നതും. അപ്പോൾ ആ മൂല്യങ്ങൾ എന്നും ഉണ്ടാകും. അൺടച്ചബിലിറ്റി എന്നൊരു വാക്കും കൂടി ഇന്ത്യൻ ഭരണഘടനയിലുണ്ട്. അയിത്തം. എന്തിൻ്റെ അയിത്തം എന്ന് വിശദീകരിക്കുമ്പോൾ അത് ജാതിയുടെയോ മതത്തിൻ്റെയോ ദേശത്തിൻ്റെയോ മാത്രമല്ല, അത് സ്ത്രീ പുരുഷ ലിംഗപരമായ വ്യത്യാസങ്ങളുടെ അയിത്തത്തെയും അത് അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പ്രൊഹിബിഷൻ ഓഫ് അൺടച്ചബിലിറ്റി, അയിത്തത്തെ പ്രൊഹിബിറ്റ് ചെയ്യുന്നു. ഒരു ഹിന്ദു സ്ഥാപനം, അതായത് ഹിന്ദു ആരാധനാലയം ഗവൺമെൻറ്റിനാൽ നിയന്ത്രിക്കപ്പെടുന്നതാണെങ്കിൽ അതിനകത്തേക്കുള്ള പ്രവേശനം അത് ഒരു പബ്ലിക് സ്പേസിലേക്കുള്ള എൻട്രി പോലെ അനുവദിക്കുന്നതാണ് എന്നും അതിൻ്റെ ഉള്ളിലേക്കുള്ള ക്ഷേത്രപ്രവേശന വിളംബരം അല്ലെങ്കിൽ ക്ഷേത്രപ്രവേശനത്തെ റദ്ദ് ചെയ്യുന്ന, അതിൻ്റെ ഇടയിൽ ഹഡിൽസ് വെക്കുന്ന ഒരു സംഗതിയാണ് നമ്മുടെ കേരളത്തിലെ ആ ബൈലോ ഉണ്ടാക്കി കൊണ്ടുവന്ന്, ഇതിൻ്റെ റൂൾസ് ഉണ്ടാക്കി കൊണ്ടുവന്ന് ഈ നിയമത്തെ ചുരുക്കി അവിടെ ഹഡിൽസ് വെച്ച് 5 മുതൽ 50 വയസ്സ് 9 മുതൽ 50 വയസ്സ് വരെ പ്രായമുള്ള സ്ത്രീകൾ പോവരുത് ശബരിമലയ്ക്ക് എന്ന് വെച്ചത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഒരു നിയമം, ഒരു സർക്കാരിൻ്റെ ഒരു നിയമം, ഒരു കാറാണെങ്കിൽ അതിൻ്റെ ചട്ടങ്ങൾ ആയിട്ടുള്ള അതിൻ്റെ ചക്രങ്ങളിലാണ് യഥാർത്ഥത്തിൽ തുള വീണിട്ടുള്ളതും അത് പഞ്ചറായിട്ടിരിക്കുന്നതും. അതുകൊണ്ടാണ് ഈ നിയമത്തെ നമുക്ക് നടപ്പിലാക്കാൻ പറ്റാണ്ട് കേരള സർക്കാർ ഉണ്ടാക്കിയിട്ടുള്ള ആ നിയമം ഭേദഗതി വേണമെന്ന് പറഞ്ഞുകൊണ്ടുള്ള ഈ ഫൈറ്റ് സുപ്രീം കോടതിയിൽ എത്താനുണ്ടാവുക കാരണം. 300 മേലെ പേജുകളുള്ള ഈ ജഡ്ജ്മെൻറ്റ് എഴുതിയത് സ്ത്രീകൾക്ക് പ്രവേശിക്കാം, ജെൻഡർ റൈറ്റ്സ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞു തന്നെയാണ്. വിശ്വാസിയായ ആളാണോ അല്ലയോ എന്ന ചോദ്യത്തിനപ്പുറത്ത് ഹിന്ദു എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. വെദർ എ ഹിന്ദു, വിശ്വാസി അല്ലാത്തവരും ഹിന്ദുവാണ്. കാരണം ചരകനെയും മറ്റ് ആളുകളെയും ഒക്കെ ഹിന്ദുവിൽ തന്നെ 4, 5, 6 ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 6 തരം മനുഷ്യരുണ്ട്. അപ്പോൾ 6 തരം വിശ്വാസങ്ങളിൽ ഈ ചരകൻ കൊണ്ടുവന്നിട്ടുള്ള വിശ്വാസപ്രകാരവും അതുപോലെ ചാർവാകൻ കൊണ്ടുവന്നിട്ടുള്ള വിശ്വാസപ്രകാരവും അങ്ങനെ പല പല ആൾക്കാർ വിശ്വാസം. അപ്പോൾ ചാർവാക മതം, ചാർവാകൻ എന്ന സന്യാസി പറഞ്ഞിട്ടുള്ള മതം ഹിന്ദു മതമാണ്. അതിൽ ഈശ്വര നിഷേധികളുണ്ട്, അവരും ഹിന്ദുവാണ്. സോ ഹിന്ദു ഈസ് എ വേ ഓഫ് ലൈഫ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഹിന്ദു എന്ന് പറഞ്ഞാൽ വിശ്വാസി ആവണമെന്ന് ഒരു നിർബന്ധവുമില്ല. ഹിന്ദുവിന് അവിശ്വാസിയുമാകാം. അതാണ് ചാർവാകൻ, ചരകനല്ല ചാർവാകൻ കൃത്യമായി പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഹിന്ദു ആയിട്ടുള്ളൊരു മനുഷ്യന് ഒരു ആരാധനാലയത്തിലേക്ക് അവിടെ പോവാം എന്ന് തന്നെയാണ്. ഇനി വിശ്വാസിയാണോ അല്ല എന്നുള്ളത് ഇനിയും സുപ്രീം കോടതി വേണമെങ്കിൽ തീരുമാനമെടുത്ത് വിധി പറയേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് ബിന്ദു അമ്മണി തൊട്ട് ആർക്ക് വേണമെങ്കിലും ഞാൻ ഹിന്ദു ആണ് ഒരു ഡിക്ലറേഷൻ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾ വിശ്വാസിയാണോ എന്ന് പിന്നെ ചോദിക്കില്ല. നിങ്ങൾ ഹിന്ദു ആണോ, നിങ്ങൾ ഹിന്ദു ആണെങ്കിൽ നിങ്ങൾക്ക് പോവാം. ഇപ്പോൾ നിലവിൽ വനിതാ പ്രവേശം എന്ന വിധി പ്രാബല്യത്തിലില്ല എന്ന മട്ടിലുള്ള പ്രതികരണങ്ങളാണ് വരുന്നത്. അത് ഭരണഘടനാ ബെഞ്ചിന് വിട്ടിരിക്കുകയാണ്. അപ്പോൾ അതിങ്ങനെ ഫ്രീസ് ചെയ്തിരിക്കുന്ന ഒരു അവസ്ഥയിലാണ്. നിലവിൽ ആരും കയറുന്നില്ലല്ലോ, ആരെയും കയറ്റുന്നില്ലല്ലോ എന്നിങ്ങനെ പറയുകയാണ്. കയറ്റുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യം അവിടെയുണ്ട്. കയറാൻ പറ്റുമോ എന്നുള്ള മറ്റൊരു ചോദ്യം അവിടെയുണ്ട്. അപ്പോൾ എന്താണ് കോടതി ഇപ്പോൾ എടുത്തിരിക്കുന്ന നിലപാട്? നിലവിലെ അവസ്ഥ എന്താണ്? ആക്ച്വലി അത് ഫ്രീസ് ചെയ്തിട്ടില്ല. ഒരു എക്സിക്യൂട്ടീവ് ഓർഡർ ഒരിക്കലും ഭരണഘടനാ ബെഞ്ചിൽ നിന്ന് കിട്ടാൻ പോകുന്നില്ല. ഭരണഘടനാ ബെഞ്ച് നിലവിലുള്ള ഭരണഘടനയെ നിർവചിക്കുകയും ആ നിർവചിക്കുമ്പോൾ അവിടെ ഡിസ്ക്രിമിനേഷൻ അരുത്, അൺടച്ചബിലിറ്റി അരുത്, ആർട്ടിക്കിൾ 25 എക്സസൈസിങ് ഓഫ് നിങ്ങളുടെ റൈറ്റ്, അതായത് റിലീജിയസ് ഫ്രീഡത്തിലേക്കും ഫ്രീഡം ഓഫ് കോൺസെൻസും നിങ്ങൾക്ക് എക്സസൈസ് ചെയ്യുന്ന സമയത്ത് ഒരു തരത്തിലുമുള്ള ഡിസ്ക്രിമിനേഷൻ അരുത്. കാരണം റൈറ്റ് ടു ഈക്വാളിറ്റി എന്നുള്ളത് സാക്രോസാങ്ക്റ്റ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷനാണ്. ഈ
കോൺസ്റ്റിറ്റ്യൂഷനെ അടർത്തി മാറ്റി കളയാൻ പറ്റാത്തൊരു സംഗതിയാണ്. എന്നാൽ റൈറ്റ് ടു റിലീജിയന് ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ട്, ലിമിറ്റേഷൻസ് ഉണ്ട്. മറ്റേത് റൈറ്റ് ടു ഈക്വാലിറ്റിക്ക് ലിമിറ്റേഷനേ ഇല്ല. റൈറ്റ് ടു റിലീജിയന് പബ്ലിക് മൊറാലിറ്റി, അതുപോലെ തന്നെ മറ്റ് പബ്ലിക് ഓർഡർ, പിന്നെ എന്താ പറയുക പബ്ലിക് ഹെൽത്ത്, ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളും മറ്റ് നിയമങ്ങളും ഒക്കെ ബാധകമായിട്ട് റിലീജിയൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് ഗരുഡ തൂക്കം ചെയ്യണം, നിങ്ങൾ ബലി ചെയ്യണം, നിങ്ങൾക്ക് മനുഷ്യബലി ചെയ്യണം എന്ന് പറഞ്ഞാൽ ഇതൊന്നും നടക്കില്ല നിങ്ങളുടെ റൈറ്റ് ടു റിലീജിയൻ ആണെങ്കിൽ. പക്ഷേ റൈറ്റ് ടു ഈക്വാലിറ്റിയിൽ യാതൊരുവിധ ലിമിറ്റേഷനും ഇല്ല. അപ്പോൾ റൈറ്റ് ടു ഈക്വാലിറ്റി അപ്ലൈ ചെയ്യുന്ന ഒരു ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 25, 26, 27, 28 ഉള്ളത്. അപ്പോൾ അതിൽ ന്യൂനപക്ഷങ്ങൾക്ക് അവകാശം ഉണ്ട് എന്ന് എഴുതിയിട്ട് ന്യൂനപക്ഷ അവകാശങ്ങളുടെയും അതുപോലെ തന്നെ റിലീജിയസ് അവകാശങ്ങളുടെയും മത അവകാശങ്ങളുടെയും മുകളിലേക്ക് റൈറ്റ് ടു ഈക്വാലിറ്റി കടന്നു വരുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് ജീവിക്കാൻ അവകാശമില്ല, നിങ്ങൾക്ക് ഈക്വാലിറ്റിക്ക് അവകാശമില്ല, നിങ്ങൾക്ക് സ്വാതന്ത്ര്യങ്ങളില്ല എന്ന് എഴുതിയിട്ടേ ഇല്ല. അപ്പോൾ സാങ്ക്രോ സാങ്ക്ട് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷനാണ്. അത് കറക്റ്റ് വായിച്ച് നമ്മളെല്ലാവരെയും പഠിപ്പിച്ച് ഭരണഘടനയുടെ ആർട്ടിക്കിൾ എടുത്ത് വായിച്ച് പഠിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. പ്രിയാമ്പിൾ എടുത്ത് ജനങ്ങളെ മുഴുവനും പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. സർക്കാരൊക്കെ പ്രിയാമ്പിൾ വായിക്കാൻ തുറക്കുന്നു സർക്കാർ ഓഫീസുകളിൽ. അപ്പോൾ സ്ത്രീകൾക്ക് ഭരണഘടന അവകാശപ്രകാരമായി ഭരണഘടന ഇന്ത്യയിൽ നിലവിലുണ്ട്. അത് ഇന്റർപ്രറ്റ് ചെയ്തപ്പോഴും സുപ്രീം കോടതി പറയുന്നത് ഇതിനകത്ത് ഈ റൈറ്റ് ടു ഇക്വാളിറ്റി ഉയർന്നു നിൽക്കും. അപ്പോൾ നമുക്ക് പ്രായഭേദമന്യേ ശബരിമലയിൽ പക്ഷേ എം വി ഗോവിന്ദൻ CPM സംസ്ഥാന സെക്രട്ടറി എന്ന് പറഞ്ഞിരിക്കുന്നത് ശബരിമല യുവതീ പ്രവേശം കഴിഞ്ഞ അധ്യായമാണ്, CPM വിശ്വാസികൾക്കൊപ്പമാണ്, അന്നുണ്ടായതിനെ പറ്റി പറയാനേ ഇല്ല എന്നാണ്. അതായത് ഇനി ഒരു തിരിഞ്ഞുനോട്ടമില്ല, അതിലേക്ക് നിങ്ങളും പോകേണ്ട, ആ ചോദ്യങ്ങൾ വേണ്ട എന്നാണ് അഡ്വക്കേറ്റ് ആശ. നിങ്ങളെ സംബന്ധിച്ച് നിരാശാജനകമായിരിക്കാം, പക്ഷേ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ അതിനെ എങ്ങനെ കാണുന്നു എന്നതും പ്രധാനമാണല്ലോ. ഞാൻ ശ്രീകുമാറിലേക്കും വരാം, അതോടൊപ്പം RV ബാബുവിലേക്കും വരാം. ഇടവേളയ്ക്ക് ഒരു കാര്യം കൂടി പറയട്ടെ, വേഗം ഒരു വരി. ഇത് ഒരു അതായത് അത് പാർട്ടിയുടെ നിലപാടാണ്. പാർട്ടിയുടെ നിലപാട്, പാർട്ടിക്ക് അങ്ങനെ തീരുമാനം എടുക്കാം. ഒരു സംഘർഷം ഇടവേളയ്ക്ക് ശേഷം ശ്രീ RV ബാബു, ശബരിമല യുവതീ പ്രവേശത്തെ സന്നിധാനത്തെത്തി എതിർത്തവരാണ് ഹിന്ദു ഐക്യവേദിക്കാർ. നിങ്ങളെ സംബന്ധിച്ച് അത് അംഗീകരിക്കാൻ പറ്റാത്ത നിലപാടായിരുന്നു. ഇപ്പോൾ നിങ്ങളുടെ നിലപാടിലേക്ക് ഇനി യുവതീ പ്രവേശത്തെക്കുറിച്ച് സംസാരിക്കേണ്ടതില്ല എന്നൊരു നിലപാടിലേക്ക് സർക്കാർ എത്തുമ്പോൾ നിങ്ങൾ അതിനെ സ്വാഗതം ചെയ്യുകയല്ലേ വേണ്ടത്? പിന്നെ എന്താണ് നിങ്ങൾ സർക്കാരിനെ വിമർശിക്കുന്നത്? അല്ല, ഇപ്പോൾ ഗോവിന്ദൻ്റെ പ്രസ്താവനയും ദേവസ്വം ബോർഡ് പ്രസിഡന്റിൻ്റെ പ്രസ്താവനയും വിശ്വസിക്കാൻ പറ്റാത്തൊരു പ്രസ്താവനയാണ്, വിശ്വാസയോഗ്യമല്ല. കാരണം ഇവർ ഞങ്ങൾ വിശ്വാസികൾക്കൊപ്പമാണ് എന്ന് ഇപ്പോൾ പറയുന്നു. ചുരുങ്ങിയത് ഇവർ ഒരു കാലത്തും ഹൈന്ദവ വിശ്വാസത്തോടൊപ്പമായിരുന്നില്ല, ഹിന്ദു വിശ്വാസങ്ങളെ മാനിക്കുന്നവരായിരുന്നില്ല. ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് സർക്കാർ എടുത്ത നിലപാടുകളും സർക്കാർ കാണിച്ച ആവേശവും ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതാണ്. എന്തൊക്കെയാണ് അന്ന് പിണറായി വിജയൻ അടക്കമുള്ള ആളുകൾ ചെയ്തു കൂട്ടിയത്, നടത്തിയ പ്രസ്താവനകൾ എന്തൊക്കെയാണ്, CPM നേതാക്കന്മാർ അയ്യപ്പ വിശ്വാസത്തെ അവമതിച്ചുകൊണ്ട് നടത്തിയ പ്രസ്താവനകൾ എന്തൊക്കെയാണ് എന്നുള്ളത് ഞാനിനി ആവർത്തിച്ച് പറയേണ്ട കാര്യമില്ല, ഒരുപാട് ചർച്ച ചെയ്തതാണിത്. എല്ലാ കാലത്തും ഹൈന്ദവ വിശ്വാസങ്ങളെ തള്ളിപ്പറയുകയും സനാതനധർമ്മത്തെ തള്ളിപ്പറയുകയും ഒക്കെ ചെയ്ത ഒരു പാരമ്പര്യം ഞാൻ എണ്ണി പറയേണ്ട ആവശ്യമില്ല. ഈ ചർച്ചയിൽ നമുക്ക് എല്ലാവർക്കും അറിയാം, ഗണപതി മിത്താണെന്ന് പറഞ്ഞതും ഒക്കെ ഒട്ടേറെ കാര്യങ്ങൾ, ക്ഷേത്രങ്ങളിൽ പോകുന്ന സ്ത്രീകളെ സംബന്ധിച്ച് ഇവർ പറഞ്ഞ കാര്യങ്ങൾ. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് ആവർത്തിക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഹൈന്ദവ വിശ്വാസത്തോട് ഇവർ ഒരു കാലത്തും നീതി പുലർത്തിയിട്ടില്ല, സഹിഷ്ണുത കാണിച്ചിട്ടില്ല, ഒരു തരത്തിലുള്ള ആദരവ് പോയിട്ട് ഒരു എന്താ പറയുക സഹതാപപരമായ ഒരു നിലപാട് പോലും ഒരു കാലത്തും ഈ പ്രകാശൻ മാഷയുടെ പാർട്ടി ഹിന്ദു വിശ്വാസങ്ങളോട് എടുത്തിട്ടില്ല. അപ്പോൾ ഇപ്പം ഗോവിന്ദൻ മാഷ് ഞങ്ങൾ യുവതീ പ്രവേശനത്തിൻ്റെ വിഷയം അടഞ്ഞ അധ്യായമാണെന്ന് പറയുമ്പോൾ ശരിക്കും നേരത്തെ ഇവിടെ ആശ പറഞ്ഞു അത് ഫ്രീസ് ചെയ്തിട്ടില്ല എന്ന്. ഞാൻ ആശ പറഞ്ഞതിനേക്കാൾ ഒരു സ്റ്റെപ്പ് കൂടി പറയുകയാണ്. സുപ്രീം കോടതിയുടെ 5 അംഗ ഭരണഘടനാ ബെഞ്ചിൻ്റെ വിധിയാണ് ഇപ്പോൾ ലോ ഓഫ് ലാൻഡ്. നമ്മുടെ രാജ്യത്തെ നിയമം അതാണ്, സ്ത്രീകൾക്ക് പ്രവേശിക്കാം. അതായത് 10നും 50നും ഇടയിൽ പ്രായമുള്ള യുവതികൾക്ക് അല്ലെങ്കിൽ സ്ത്രീകൾക്ക് ശബരിമലയിൽ പ്രവേശിക്കാം എന്നാണ് ഇപ്പോഴത്തെ നിയമം. കാരണം ആ വിധി സ്റ്റേ ചെയ്തിട്ടില്ല. റിവ്യൂ ബെഞ്ച് 5 അംഗ ബെഞ്ച് അത് കഴിഞ്ഞ് പിന്നെ 9 അംഗ ബെഞ്ചിലേക്ക് വിട്ടിരിക്കുന്നു. കൂടുതൽ അംഗങ്ങളുള്ള ബെഞ്ച് അത് പരിഗണിക്കണം. അത് ഷിരൂർ കേസുമായി ബന്ധപ്പെട്ട് കേശവാനന്ദ ഭാരതി കേസുമായി ബന്ധപ്പെട്ടാണ് അത് 9 അംഗ ബെഞ്ച് കേൾക്കണം എന്ന രീതിയിലേക്ക് വന്നിട്ടുള്ളത്. ഞാൻ പറയുന്നത് ഇപ്പം ഈ പ്രകാശൻ മാഷയുടെ ഇവിടെ യുവതീ പ്രവേശനത്തിൻ്റെ വിഷയത്തിൽ ആശയൊക്കെ പറഞ്ഞു. ഈ നിയമം കൊണ്ടുവന്നത് ആരാണ്? സ്മൃതി അറിയോ? 965 പബ്ലിക് വർഷിപ്പ് ആക്ട് എന്ന ഒരു നിയമം നമ്മുടെ നാട്ടിൽ, പബ്ലിക് പ്ലേസ് വർഷിപ്പ് ആക്ട് 1965. അത് അന്നൊരു ഓർഡിനൻസ് ആയിട്ടാണ് വന്നത്. ആ ബില്ല്, ആ ഓർഡിനൻസ് നിയമമായത് നമ്പൂതിരിപ്പാട് ഗവൺമെന്റ് അധികാരത്തിൽ വന്നപ്പോഴാണ്, നമ്പൂതിരിപ്പാടിന്റെ സർക്കാർ അധികാരത്തിൽ വന്നപ്പോഴാണ് ആ ഓർഡിനൻസ് നിയമമായി മാറിയത്.
എന്ന് വെച്ചാൽ സ്ത്രീകൾക്ക് പ്രവേശനം നിഷേധിച്ചുകൊണ്ടുള്ള ആക്ട് നിയമമായി മാറിയത് നല്ല സ്പീഡ് നമ്പൂതിരിപ്പാടിന്റെ ഗവൺമെന്റ് വന്നപ്പോഴാണ്. ആ ആക്ടിൽ മറ്റൊരു കാര്യം കൂടിയുണ്ട്. അഹിന്ദുക്കൾക്ക് ക്ഷേത്രപ്രവേശനം നിരോധിച്ചുകൊണ്ടുള്ള വകുപ്പ് കൂടിയുണ്ട്. അത് 3C ആണ്. 3B ആണ് ഇപ്പോൾ ക്യാൻസൽ ചെയ്തത് സുപ്രീം കോടതി. അപ്പോൾ അതൊക്കെ ചരിത്രം. ഞാൻ പറഞ്ഞത് ഈ ഇടതുപക്ഷത്തിന്റെയും ഈ പിണറായി വിജയന്റെയും നിലപാട് ഒട്ടും വിശ്വാസയോഗ്യമല്ല. ഇപ്പോൾ അയ്യപ്പ ഭക്തരോട് അല്ലെങ്കിൽ അയ്യപ്പന്മാരോട് കാണിക്കുന്ന സ്നേഹം കാപട്യമാണ്, കപടമാണ്, വിശ്വാസികളെ വഞ്ചിക്കലാണ്. അങ്ങനെ ഒരു നിലപാട് ഇടതുപക്ഷത്തിനുണ്ട് എങ്കിൽ നിങ്ങൾക്കുള്ള വിശ്വാസം എന്തുകൊണ്ടാണ് പ്രധാനപ്പെട്ട സാമുദായിക സംഘടനകളായ NSSനും SNDP യോഗത്തിനും ഇല്ലാത്തത് ശ്രീ RV ബാബു? അവർക്ക് അവരുടേതായ കാരണങ്ങളുണ്ടാവും, ന്യായങ്ങളുണ്ടാവും. ഞങ്ങൾ മുഴുവൻ ഹൈന്ദവ സമൂഹത്തെയും പ്രതിപാദിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത്. ഞങ്ങൾക്ക് ഇടതുപക്ഷത്തിൻ്റെ രാഷ്ട്രീയ തട്ടിപ്പിനെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് അറിയാം. ഈ സർക്കാർ നാളിതുവരെ തുടർന്നിട്ടുള്ള രാഷ്ട്രീയ നിലപാടുകൾ എത്ര വഞ്ചനാപരമായിരുന്നു എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായിട്ട് ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് NSSും SNDPയും സ്വതന്ത്രമായ സംഘടനകളാണ്. അവര് ആ കാര്യത്തിൽ തീരുമാനമെടുക്കുന്നു. ഒരു കാര്യം ഞാൻ പറയാം. ഇവിടെ പ്രകാശ് മാഷ് പറഞ്ഞു ഹൈന്ദവരുടെയും അവകാശം ഏറ്റെടുത്ത് പറയാൻ പറ്റുമോ? കാരണം ഈ ഹൈന്ദവരുടെ വോട്ട് കൂടി കിട്ടിയിട്ടാണല്ലോ ഇവിടെ ഇപ്പോൾ പിണറായി വിജയൻ രണ്ടാമതും ഭരിക്കുന്നത്. ഇവിടെ ഭൂരിപക്ഷ വിഭാഗത്തിന്റെ വോട്ട് കിട്ടിയിട്ടാണ് അവർ ഭരിക്കുന്നത്. നിങ്ങൾക്കല്ലല്ലോ അത് കിട്ടിയിരിക്കുന്നത്. നിങ്ങൾ എങ്ങനെയാണ് അവരുടെ മുഴുവൻ പ്രതിനിധിയായി സംസാരിക്കുക? വോട്ടിന്റെ കണക്ക് വെച്ച സ്മൃതി, വോട്ടിന്റെ കണക്ക് വെച്ചാണ് സംസാരിക്കുന്നത്. ഞാൻ വോട്ടിന്റെ കണക്ക് തിരിച്ചു പറയാം. എത്ര ശതമാനം വോട്ടാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ്, ലേറ്റസ്റ്റ് ഇലക്ഷൻ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പാണല്ലോ. എത്ര ശതമാനം വോട്ടാണ് ഹിന്ദുത്വ രാഷ്ട്രീയത്തിന് കേരളത്തിൽ കിട്ടിയത്? നിയർ അബൌട്ട് 20%, അല്ലേ? 19.2, നമുക്ക് 20% എന്ന് കണക്ക് ഒരു റൗണ്ട് ഫിഗർ ആയിട്ട് എടുത്താൽ 20%. ആകെ പോൾ ചെയ്ത വോട്ട് എത്രയാണെന്ന് അറിയാമോ സ്മൃതി? 1,98,00,000 വോട്ടാണ് കഴിഞ്ഞ ലോക്സഭാ കാലത്ത് പോൾ ചെയ്തത്. അതിൽ നിങ്ങൾ പറയുന്ന പോലെയാണെങ്കിൽ 1 കോടി വോട്ട്, 50% വോട്ട് ഹിന്ദുക്കളുടെ വോട്ടാണ്. കാരണം കേരളത്തിൽ ജനസംഖ്യ എന്ന് പറയുമ്പോൾ 50%, ഏകദേശം 50% ഹിന്ദുക്കൾ, 50% ന്യൂനപക്ഷങ്ങൾ. ഹിന്ദുത്വ രാഷ്ട്രീയം എന്നുള്ള നിലയ്ക്കാണ് BJPയെയും ബാക്കി നിങ്ങൾ അടിവരയിട്ട് പ്രഖ്യാപിക്കുന്നതെങ്കിൽ 1,98,00,000 20% എന്ന് പറയുന്നത് 1 കോടിയുടെ 40% അല്ലേ? എന്ന് വെച്ചാൽ ഹിന്ദുക്കളിലെ 40% പേര് പിന്തുണയ്ക്കുന്നു കേരളത്തിലെ ഹിന്ദുത്വ രാഷ്ട്രീയത്തെ എന്നാണ് അതിനർത്ഥം. 40% ഹിന്ദുക്കൾ പിന്തുണയ്ക്കുന്ന ഒരു രാഷ്ട്രീയ ഒരു വിശ്വാസത്തെ നിങ്ങൾ എങ്ങനെയാണ് ചെറുതാക്കി കാണുന്നത്? നിങ്ങൾ എങ്ങനെയാണ് അത് ശക്തിയല്ലെന്ന് പറയുന്നത്? ഞാൻ പറയുന്ന കണക്കാണ്. നിങ്ങൾക്ക് അതിനെ അതിനെ ചലഞ്ച് ചെയ്യാനുണ്ടോ? ഞാൻ പറയുന്ന കണക്കല്ലേ. 40% ഹിന്ദുക്കൾ പിന്തുണയ്ക്കുന്ന ഒരു സംഘടനയാണ് സംഘപരിവാർ എന്ന് പറഞ്ഞാൽ, ഹൈന്ദവ പ്രസ്ഥാനങ്ങൾ. അതിനെ നിങ്ങൾക്ക് ചെറുതാക്കി കാണാൻ സാധിക്കുമോ? ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് തിരുത്തേണ്ടിയിരിക്കുന്നു. ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളിൽ CPM ആണ് ഹിന്ദുക്കളുടെ മുഴുവൻ കുത്തക, അല്ലെങ്കിൽ ഹിന്ദുക്കൾ മുഴുവൻ CPMലാണ്. ഹിന്ദു വിശ്വാസികൾ ബഹുഭൂരിപക്ഷം അല്ല. ഞാനതിനെ ചലഞ്ച് ചെയ്യുന്നു. നിങ്ങൾക്ക് കണക്കുകൾ ഉദ്ധരിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞതിനെ തിരുത്താമെങ്കിൽ തിരുത്തിക്കോളൂ. ഇത് തെറ്റായിട്ടുള്ള ഒരു നരേറ്റീവാണ്. കേരളത്തിൽ ബഹുഭൂരിപക്ഷം ഹിന്ദുക്കൾ ഇന്ന് ഹൈന്ദവ പ്രസ്ഥാനങ്ങൾക്കൊപ്പമാണ്. ആ ഹിന്ദുക്കളാണ് പറയുന്നത്, ആ സംഘടനകളാണ് പറയുന്നത് ഈ അയ്യപ്പ സംഗമം രാഷ്ട്രീയ തട്ടിപ്പാണ്. ഈ അയ്യപ്പ സംഗമം സംഘടിപ്പിക്കുന്നത് വ്യവസായികളെ കൊണ്ടുവന്ന് പണം സ്വരൂപിക്കാനാണ്. ഇവിടെ എന്താണ് ഇപ്പോൾ ശബരിമലയിൽ നടക്കാൻ പോകുന്നത്? ശബരിമലയിൽ വിശ്വാസികൾക്ക് പ്രിവിലേജ് നിശ്ചയിക്കുകയാണ്. ശബരിമലയെക്കുറിച്ചുള്ള നമ്മുടെ സങ്കല്പം എന്താണ് സ്മൃതി? എല്ലാവരും അഭിമാനിക്കുന്നത് അത് ഒരു സമഭാവനയുടെ കേന്ദ്രമാണ്. ജാതി മത വർഗ വ്യത്യാസമില്ലാതെ എല്ലാവരും ഒരേപോലെ, എല്ലാവരും അയ്യപ്പന്മാരാണ്. അവിടെ താഴ്ന്നവരില്ല, ഉയർന്നവരില്ല, ജാതിയുടെ ഭേദങ്ങളില്ല, ഒരു വ്യത്യാസമില്ല, എല്ലാവരും അയ്യപ്പന്മാരാണ്. അവിടെ ഇപ്പൊ എന്താണ് ദേവസ്വം ബോർഡ് കൊണ്ടുവരുന്നത്? ഡയമണ്ട് കാർഡ്. 3 കോടി രൂപ എടുക്കുന്ന ഡയമണ്ട് കാർഡ്. 5 ദിവസം താമസം, 10 ദിവസം വരാം, അവിടെ ദർശനം, അതിന്റെ സൗകര്യം, ഭക്ഷണ സൗകര്യം, യാത്രാ സൗകര്യം ഒക്കെ ഒരുക്കി കൊടുക്കും. 3 കോടി രൂപ അല്ലെങ്കിൽ 1 കോടി രൂപ കൊടുത്താൽ ഗോൾഡൻ കാർഡ്, 50 ലക്ഷം രൂപ കൊടുത്താൽ സിൽവർ കാർഡ്. നോക്കൂ, അയ്യപ്പന്മാരെ വിഭജിക്കുകയല്ലേ. ഈ തരത്തിൽ പണമുണ്ടാക്കാനുള്ള കച്ചവടത്തിന്റെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഈ സംഗമം നടത്തുന്നത്. അയ്യപ്പന്മാരുടെ വിശ്വാസം കൊണ്ടുള്ള അങ്ങനെ ഒരു വിശ്വാസം അയ്യപ്പ വിശ്വാസത്തോടും അയ്യപ്പന്മാരോടും ഉണ്ടെങ്കിൽ ഈ ആചാര സംരക്ഷണത്തിന് വേണ്ടി സമരം ചെയ്ത അയ്യപ്പന്മാർക്കെതിരെ ചാർജ് ചെയ്തിട്ടുള്ള കേസ് പിൻവലിക്കുമോ ഈ സർക്കാർ? കേസ് പിൻവലിച്ചിട്ടുണ്ടല്ലോ. ഒട്ടനവധി ഉദാഹരണങ്ങളുണ്ടല്ലോ. വിഴിഞ്ഞം സമരത്തിൽ പങ്കെടുത്ത കേസുകൾ പിൻവലിച്ചില്ലേ? CAA പ്രക്ഷോഭത്തിൽ പങ്കെടുത്ത കേസുകൾ പിൻവലിച്ചില്ലേ? ക്രിമിനൽ കേസുകൾ മാത്രമേ റിപ്പോർട്ടിനെതിരായിട്ട് നമ്മുടെ താമരശ്ശേരി
ഏത് കേസുകളാണ്? ക്രിമിനൽ കേസുകൾ മാത്രമേ ഏത് പിൻവലിക്കാത്തുള്ളൂ. ക്രിമിനൽ കേസുകൾ മാത്രമേ പിൻവലിക്കാത്തുള്ളൂ. ക്രിമിനൽ കേസുകൾ മാത്രമാണ് പിൻവലിക്കുന്നത് വെച്ചാൽ വളരെ സീരിയസ് ആയിട്ടുള്ള വകുപ്പുകൾ ഉള്ള കേസുകളാണ് പിൻവലിക്കാത്തത്. അയ്യപ്പന്മാരുടെ ഒരു കേസും പിൻവലിച്ചിട്ടില്ല. നാമജപഘോഷയാത്രയിൽ പങ്കെടുത്തു എന്ന് പറഞ്ഞിട്ട് ചാർജ് ചെയ്യപ്പെട്ട സ്ത്രീകളടക്കമുള്ളവരുടെ പേരിൽ ചാർജ് ചെയ്യപ്പെട്ട കേസുകൾ ഇപ്പോഴും ഞങ്ങൾ കോടതി കയറി ഇറങ്ങിക്കൊണ്ടിരിക്കുക. എന്താണ് ഈ ഇരട്ടത്താപ്പ്? ഞാൻ ചോദിക്കട്ടെ, ക്രിമിനൽ കേസെടുത്ത കേസുകൾ മാത്രമേ പിൻവലിക്കാത്തുള്ളൂ, ബാക്കിയുള്ളവ പിൻവലിച്ചിട്ടുണ്ട്. ഇതാണ് സർക്കാരിന്റെ കൃത്യമായ വാദം. അങ്ങനെ പിൻവലിച്ചിട്ടില്ല എങ്കിൽ NSS ഇപ്പോൾ ഈ അയ്യപ്പ സംഗമത്തെ അനുകൂലിച്ചുകൊണ്ട് പ്രതികരിക്കുമെന്ന് അങ്ങ് കരുതുന്നുണ്ടോ? സ്മൃതി, ഞാൻ എൻ്റെ കൂടെ കേസിൽ വരുന്ന സ്ത്രീകളുണ്ട്. ഞാൻ പറവൂര് നിരവധി കേസുകളിൽ ഇപ്പോഴും ഹാജരായിക്കൊണ്ടിരിക്കുന്നതാണ്. എൻ്റെ കൂടെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന സ്ത്രീകളുണ്ട്. അവരൊക്കെ അക്രമം നടത്തിയ സ്ത്രീകളാണെന്നാണ് പറയുന്നത് നിങ്ങൾ. അവരൊക്കെ നിസ്സാര വകുപ്പുകളിലാണ്. നിസ്സാര വകുപ്പുകൾ ചാർത്തിക്കൊണ്ടാണ് ഒരു അക്രമ സംഭവങ്ങളിലും പെടാതെ നിസ്സാര വഴി തടഞ്ഞു, ഗതാഗത തടസ്സമുണ്ടാക്കി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള നിസ്സാര വകുപ്പുകൾ ചാർത്തിക്കൊണ്ടുള്ള കേസുകളിൽ എൻ്റെ കൂടെ ഹാജരാകുന്ന സ്ത്രീകളുണ്ട്. സ്മൃതി, ഹിന്ദു ഐക്യവേദി ഇതിലെടുത്ത ഒരു സ്വഭാവം, പ്രതിഷേധത്തിന്റെ സ്വഭാവമൊക്കെ അന്ന് കണ്ടതാണല്ലോ, എത്ര തീവ്രമായിരുന്നു എന്നും. ആ തീവ്രതയോടുകൂടിയുള്ള നിങ്ങളുടെ പ്രതിഷേധങ്ങളുടെ ഭാഗമായി നിന്നവർക്ക് എതിരെ ഒരു പക്ഷേ ആ രൂപത്തിലുള്ള കേസായിരിക്കാം വന്നിരിക്കുക. നാമജപ ഘോഷയാത്രയിൽ പങ്കെടുത്തവരായിരിക്കില്ലല്ലോ. കേരളത്തില് എത്ര അക്രമ സംഭവങ്ങളിലാണ് TP സെൻകുമാർ പ്രതിയായിട്ടുള്ളത്? TP സെൻകുമാർ സമരത്തിന് നേതൃത്വം കൊടുത്ത ആളാണോ? അല്ലെങ്കിൽ ഈ അക്രമത്തിന് നേതൃത്വം കൊടുത്ത ആളാണോ? ഡോക്ടർ KS രാധാകൃഷ്ണൻ അക്രമത്തിന് നേതൃത്വം കൊടുത്ത ആളാണോ? ശശികല ടീച്ചർ അക്രമത്തിന് നേതൃത്വം കൊടുത്ത ആളാണോ? ഞാൻ എവിടെയാണ് അക്രമത്തിന് നേതൃത്വം കൊടുത്തത്? ഏത് തരത്തിലാണ് ഞങ്ങളെയൊക്കെ ആയിരക്കണക്കിന് കേസുകൾ ഉൾപ്പെടുത്തിയിട്ടിരിക്കുന്നത്? RV ബാബു, നാവുകൊണ്ടും നേതൃത്വം കൊടുക്കാമല്ലോ. അതാണല്ലോ ഏറ്റവും വലിയ ആണെങ്കിൽ ആ നിയമം എന്തുകൊണ്ടാണ് സ്മൃതി, ആ നിയമം എന്തുകൊണ്ടാണ് വിഴിഞ്ഞം തുറമുഖ കേസിൽ ബിഷപ്പിനെതിരെ ചാർത്താതിരുന്നത്? ആ നിയമം എന്തുകൊണ്ടാണ് ചങ്ങനാശ്ശേരി താമരശ്ശേരി ബിഷപ്പിനെതിരെ ചേർക്കാതിരുന്നത്? ഫോറസ്റ്റ് ഓഫീസ് അടക്കം കത്തിച്ചതാണല്ലോ അവിടെ. അപ്പൊ രണ്ട് നിയമമാണ് ഇവിടെ. വിശ്വാസികൾക്കൊപ്പമാണ് എന്ന് പറയുന്ന കാപട്യം തിരിച്ച്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇപ്പോൾ വിശ്വാസികൾക്കൊപ്പമാണ്. ശബരിമല ക്ഷേത്രത്തിലെ വിശ്വാസത്തിന് എതിരായിട്ട് നിലകൊണ്ട ഇതേ പാർട്ടിയല്ലേ ശരീരത്തിന് അനുകൂലമായിട്ട് സുപ്രീം കോടതിയിൽ അഫിഡാവിറ്റ് കൊടുത്തിട്ടുള്ളത്? ശബരിമലയുമായി ബന്ധപ്പെട്ടുള്ള സ്ത്രീകളുടെ തുല്യതയുടെ പ്രശ്നമല്ലേ? വിശാലമായ സങ്കല്പത്തെ കുറിച്ച് പറയുന്നു. ജാതിമത ഭേദമന്യേ എല്ലാവർക്കും എത്താവുന്ന ഒരു ആരാധനാലയം എന്ന നിലയ്ക്ക് ശബരിമല എങ്ങനെ വ്യത്യസ്തമാകുന്നു എന്ന് അങ്ങ് പറയുന്നു. എന്നിട്ട് ക്രിസ്ത്യാനികളോട് CPM കൂറ് കാണിച്ചതും അപ്പുറത്ത് മുസ്ലിങ്ങളോട് കൂറ് കാണിച്ചതിന്റെയും കണക്കെടുക്കുന്നു. അതൊരു ശരിയായ സമീപനമാണോ ശബരിമലയുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ? സ്മൃതി, ഈ ചർച്ച കേൾക്കുന്നവരെ ചിരിപ്പിക്കരുത് ദയവേത്. അല്ല, അങ്ങ് ചിരിച്ചോളൂ. ദയവേത് ചിരിപ്പിക്കരുത്. അങ്ങ് എന്താണ് പറയുന്നത്? ഞാൻ ചിരിക്കൽ മാത്രമല്ല, പ്രേക്ഷകർ ചിരിക്കും സ്മൃതിയുടെ ചോദ്യം കേട്ടാൽ. ശബരിമല ഒരു ഹൈന്ദവ ക്ഷേത്രം തന്നെയാണ്. ആ ഹൈന്ദവ ക്ഷേത്രത്തിൽ എല്ലാവർക്കും വരാം. യഥാർത്ഥത്തിൽ നിയമം അനുസരിച്ച് അഹിന്ദുക്കൾക്ക് അവിടെ പ്രവേശിക്കാൻ പാടില്ല കേട്ടോ. ഞാൻ പറയുന്നത് നിയമമാണ്. പക്ഷേ എൻ്റെ അഭിപ്രായം എല്ലാ ക്ഷേത്രങ്ങളിലും വിശ്വാസികളാണെങ്കിൽ വിശ്വാസികളായിട്ടുള്ള എല്ലാവരും കയറ്റണം എന്നാണ് കേട്ടോ, എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. അത് വേറെ. പക്ഷേ ശബരിമല ക്ഷേത്രത്തിൽ നിയമം അനുശാസിക്കുന്നത് 965 പബ്ലിക് പ്ലേസ് വർഷിപ്പ് ആക്ട് 1965 നിയമം അനുശാസിക്കുന്നത് അഹിന്ദുക്കൾക്ക് ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ പാടില്ല എന്നാണ് കേട്ടോ. അപ്പൊ അതുകൊണ്ട് അത് വെച്ച് എന്നോട് സംസാരിക്കരുത്. ഞാൻ പറഞ്ഞത് എന്താ, ഈ സർക്കാരിന്റെ കാപട്യമാണ്. മതങ്ങളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് കാപട്യം, വർഗീയ പ്രസ്ഥാനങ്ങളെ പ്രീണിപ്പിച്ചു. ഇപ്പൊ എന്താ യഥാർത്ഥത്തിൽ ഹിന്ദുക്കൾ CPMനെ കൈയൊഴിയുന്നു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അത് വ്യക്തമായി, കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പുകളിലൂടെ അത് വ്യക്തമായി. അപ്പൊ ഹിന്ദു വോട്ടുകൾ തിരിച്ചു പിടിക്കാൻ എന്താ വഴി? ഈ കാപട്യം നിറഞ്ഞ നിലപാടെടുക്കുക എന്നുള്ളതാണ്. ശരി, ആ ഭാഗത്തോട് ഞാൻ യോജിക്കുന്നു. പക്ഷേ നിങ്ങളുടെ നിലപാട് പൂർണ്ണമായി ശരിയായത് കൊണ്ടാണ് അപ്പുറത്ത് തെറ്റായത് എന്ന അർത്ഥമില്ല. CPM ഇതുവരെ എടുത്തുകൊണ്ടിരുന്ന നിലപാടിൽ നിന്ന് പിന്നാക്കം പോകുന്നു, സർക്കാരും അങ്ങനെ പിന്നാക്കം പോകുന്നു. ഞാൻ ശ്രീകുമാറിലേക്ക് പോകുമ്പോൾ, ശ്രീകുമാർ, കോൺഗ്രസിന്റെ പ്രതികരണം, ആദ്യത്തെ പ്രതികരണം VD സതീശനിൽ നിന്നാണ് വന്നത്. അതായത് ഒരു ഘട്ടത്തിൽ നിങ്ങൾ ന്യൂനപക്ഷ പ്രീണനം നടത്തി, ഇപ്പോൾ ഭൂരിപക്ഷ വർഗീയതയെ പ്രോത്സാഹിപ്പിക്കുന്നു എന്നാണ് ഈ അയ്യപ്പ സംഗമത്തോടുള്ള കോൺഗ്രസിന്റെ നിലപാടിനുള്ള മറുപടിയായി VD സതീശൻ പറഞ്ഞത്. ഇന്നാകുമ്പോഴേക്കും അദ്ദേഹം മറുപടി പറയാതെ പോവുകയാണ്. കാരണം എന്താണ്? മുസ്ലിം ലീഗിന് മറിച്ചൊരു നിലപാടാണ്. മുസ്ലിം ലീഗ് അയ്യപ്പ സംഗമം നല്ലൊരു സർക്കാർ പരിപാടിയാണെങ്കിൽ അതങ്ങ് നടക്കട്ടെ എന്നൊരു നിലപാടെടുക്കുന്നു. ഇന്നിപ്പോൾ UDF യോഗം ചേരുമെന്നൊക്കെ വാർത്തകളുണ്ടായിരുന്നു. ഇതുവരെ ആ യോഗം ചേർന്നതായിട്ടോ ഒരു തീരുമാനം വന്നതായിട്ടോ ഒന്നും വാർത്ത പുറത്തേക്ക് വന്നിട്ടില്ല. എന്തുകൊണ്ടാണ് ശ്രീകുമാർ, കോൺഗ്രസിന് ഇക്കാര്യത്തിലൊരു കൺഫ്യൂഷനിലേക്ക് കാര്യങ്ങൾ എത്തിയോ?
നോക്കൂ സ്മൃതി, ഇത് കോൺഗ്രസിൽ ഒരു എന്തെങ്കിലും ഒരു കൺഫ്യൂഷന്റെ പ്രശ്നമില്ല. UDFന്റെ യോഗം ഓൺലൈനായിട്ടാണ് ചേരുക എന്നാണ് ഞാൻ അറിഞ്ഞത്. അത് രാത്രിയാണ് ചേരുന്നത്. അത് അവരുടെ തീരുമാനം അവർ പറയുമായിരിക്കും. കോൺഗ്രസ് പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ CPMന്റെ ഒരു രാഷ്ട്രീയ തട്ടിപ്പ് അത് തുറന്നു കാണിക്കുക മാത്രമേ കോൺഗ്രസ് ചെയ്തിട്ടുള്ളൂ. എന്താണ് ആ രാഷ്ട്രീയ തട്ടിപ്പ്? 2019 CPMന്റെ ശബരിമലയിലെ സ്ത്രീ പ്രവേശനത്തെ കുറിച്ചുള്ള നിലപാടും മറ്റ് ആചാരാനുഷ്ഠാനങ്ങളെ കുറിച്ചുള്ള കാഴ്ചപ്പാടും 2024 മാറി. ഇത് ആ പാർട്ടിക്ക് അവരുടെ പ്രവർത്തകരെ ഇതുവരെ മനസ്സിലാക്കി കൊടുക്കാൻ പറ്റിയിട്ടില്ല. എന്തുകൊണ്ട് മാറി എന്നൊരു ചോദ്യമില്ലേ? രണ്ടാമത്തെ കാര്യം, ഇവിടെ NSS പിന്തുണച്ചു, SNDP പിന്തുണച്ചു എന്നൊക്കെയാണ് പറയുന്നത്. ഈ സംഗമം നടക്കുമ്പോൾ 3000 പേരെ അവർ പങ്കെടുപ്പിക്കുന്നുണ്ട്. ഈ 3000 പേര് പങ്കെടുക്കുന്ന സംഗമത്തിന്റെ തീരുമാനം ആചാരാനുഷ്ഠാനങ്ങൾ സംരക്ഷിക്കാനും അതുപോലെ സ്ത്രീ പ്രവേശനത്തിൽ ഭൂരിപക്ഷ ഹിന്ദുക്കളുടെ അഭിപ്രായ പ്രകാരം ഈ NSSഉം SNDPയും ഹിന്ദു ഐക്യവേദിയും ഒക്കെ ഉന്നയിച്ച ആവശ്യങ്ങൾ അത് ഈ സമ്മേളനത്തിൽ ഒരു പൊതു തീരുമാനം അംഗീകരിച്ചുകൊണ്ട് ഞങ്ങൾ നിലപാട് മാറ്റിയിരിക്കുന്നു എന്ന് പറയും. എന്ന് വെച്ചാൽ മുൻപ് പറഞ്ഞതെല്ലാം അവർ മാറ്റി പറയും. അതിനു വേണ്ടിയുള്ള ഒരു സദസ്സാണിത്. അത് ഈ സദസ്സിൽ 3000 പേരാണല്ലോ. അപ്പൊ 3000 ഇന്നിപ്പോ പ്രകാശമാഷ അയ്യപ്പ വിശ്വാസികൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതെന്താ നന്നായി. ഇതുവരെ പറഞ്ഞത് അയ്യപ്പ സംഘം എന്നാണ്. അപ്പൊ അയ്യപ്പ വിശ്വാസികളായി അവിടെ വരുന്ന 3000 പേര്, ആ 3000 പേരുടെ തീരുമാനം വിശ്വാസികളെ സംരക്ഷിക്കുന്ന, വിശ്വാസികളുടെ അവകാശത്തിന് വേണ്ടി പോരാടുന്ന CPM അംഗീകരിച്ചിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ശ്രീകുമാർ, നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന അല്ലെങ്കിൽ നിങ്ങളുടേതായ ഒരു നിലപാടിലേക്ക് CPMഉം എത്തുകയാണല്ലോ. പിന്നെ എന്തിനാണ് നിങ്ങൾക്ക് അതിലൊരു എതിരഭിപ്രായം ഉണ്ടാകേണ്ടത്? അത് അവരുടെ കാഴ്ചപ്പാടിലെ വ്യതിയാനം കൊണ്ട്. ഇത് പറയുന്നത് എന്താണ്? ഇപ്പൊ ഹൈക്കോടതി കഴിഞ്ഞ ദിവസം ചോദിച്ചു ആരാണ് സംഗമം നടത്തുന്നത്. അവിടെ ഉത്തരം പറഞ്ഞത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എന്നാണ്. ഇന്ന് പക്ഷേ LDF കൺവീനറും ഗോവിന്ദ മാഷും അതിന് പ്രതികരിച്ചെന്തിനാ? അപ്പൊ ദേവസ്വം ബോർഡ് നടത്തുന്ന ഒരു പരിപാടിക്ക് എന്തിനാ പാർട്ടി പ്രതികരിക്കുന്നത്? ഇത് നമ്മുടെ ഇടതുവേണ്ടി കൺവീനർ രാമകൃഷ്ണൻ പറഞ്ഞ എന്താ അറിയാവോ? ആചാരവും അനുഷ്ഠാനവും വിശ്വാസവും ഒക്കെ ഞങ്ങള് കാലങ്ങളായിട്ട് സംരക്ഷിച്ചു വരുന്നതാണെന്ന്. എന്ന് വെച്ചാൽ 2019 സംരക്ഷിച്ചതല്ലേ അർത്ഥം? നുണയല്ലേ അത്? പച്ച നുണയല്ലേ അത്? അപ്പൊ ഇവര് വിശ്വാസികളെ പറ്റിച്ചു, അവിശ്വാസികളെ പറ്റിച്ചു, പാർട്ടി പ്രവർത്തകരെ ചതിച്ചു, നവോത്ഥാന മതിൽ ചാരാൻ പോയ പ്രമുഖരായ വനിതകളെ, ആശാ ഉണ്ണിത്താൻ ഉൾപ്പെടെയുള്ളവരെ വഞ്ചിച്ചു. എന്നിട്ട് ഇപ്പൊ പറയുകയാണ് ഞങ്ങൾ വിശ്വാസികളുടെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടി ഒരു സമ്മേളനം നടത്തുകയാണെന്ന്. ഇപ്പോൾ ഞങ്ങൾ ഇതാ തിരുത്തുകയാണ് എന്നൊരു വാചകം മാത്രമേ പറയാത്തതുള്ളൂ, ബാക്കി എല്ലാം പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അവർ എന്താണോ വിശ്വാസികളുമായി ബന്ധപ്പെട്ട് വിശ്വാസികൾ ആഗ്രഹിക്കുന്നത് ആ നിലപാടിലേക്ക് CPM എത്തുകയാണ്, സർക്കാർ എത്തുകയാണ്. അതിന്റെ ഭാഗമായ ദേവസ്വം ബോർഡും അങ്ങനെ ഒരു നിലപാടെടുക്കാൻ, ദേവസ്വം ബോർഡ് ആദ്യം ഒരു നിലപാടെടുത്തിട്ട് പിന്നെ അതിനെ CPM അംഗീകരിച്ച് പിന്നെ അത് സർക്കാർ നടപ്പാക്കി. അങ്ങനെയല്ലല്ലോ. ആത്യന്തികമായി CPMനകത്തൊരു ചർച്ചയുണ്ടല്ലോ. CPIക്ക് യോജിപ്പുണ്ടോ എന്നുള്ള സംശയമുണ്ട്. കാരണം LDFൽ ഇത് ചർച്ച ചെയ്തിട്ടില്ല. LDFൽ ഇതുമായി ബന്ധപ്പെട്ടൊരു ചർച്ച ഉണ്ടായിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നോക്കൂ സ്മൃതി, കഴിഞ്ഞ 3 ചർച്ചയിൽ ഞാനിപ്പോ ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. ഞാൻ ആദ്യത്തെ ചർച്ച തൊട്ട് പറഞ്ഞു കൊടുക്കുകയാണ്. ഒന്നാമത്തെ ഒരു അയ്യപ്പ സംഘം എന്ന് പറയുന്നത് തന്നെ തെറ്റ്. കാരണം ഒരാൾ അയ്യപ്പനാവണ ആവണമെങ്കിൽ അദ്ദേഹം വ്രതമെടുക്കണം. രണ്ടാമത്തെ കാര്യം, ഇപ്പൊ അത് അയ്യപ്പ വിശ്വാസ സംഘം എന്നൊക്കെ മാറ്റിയിട്ടുണ്ട്, ആയിക്കോട്ടെ. രണ്ടാമത്തെ കാര്യം, ഇടതുമുന്നണി ചർച്ച ചെയ്തിട്ടില്ല. മൂന്നാമത്തെ കാര്യം, ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ലാതായി CPM ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ലാതാവുകയും ആചാര അനുഷ്ഠാനങ്ങൾ, അത് ഏതാചാരം ഏതനുഷ്ഠാനം, അത് ശബരിമലത്തെ കാര്യമാണ്. ആചാരവും അനുഷ്ഠാനവും തീരുമാനിക്കുന്നത് വിശ്വാസികളും തന്ത്രിയും അതുപോലുള്ള സംവിധാനങ്ങളുമാണ്. അത് ശരിവെക്കുക എന്ന് വെച്ചാൽ ഇവർ കമ്മ്യൂണിസ്റ്റുകാരല്ല. പ്രകാശ ഭാഷ പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ലാത്തതുകൊണ്ടാണ് അവർ അയ്യപ്പ സംഗമം നടത്തുന്നത്. ഇത് പാർട്ടി പരിപാടിയാ. ഇവിടെ ശ്രീമതി ആശ ഉണ്ണിത്താൻ പറഞ്ഞു അത് പാർട്ടിയുടെ തീരുമാനമാകുന്നത്. നോക്കൂ ശ്രീമതി ആശ, നിങ്ങളിപ്പോ ഒരു വാചകം പറഞ്ഞു, ഈ ഭരണത്തിനൊപ്പമാണ് ഇനിയും ഈ ഭരണം വരണമെന്ന്. അപ്പൊ ഇനിയും ഈ ഭരണം വരണം വെച്ചാൽ അർത്ഥം എന്താ വെച്ചാൽ വനിതാ മതിൽ സംഘടിപ്പിച്ച് നിങ്ങളെ ചതിച്ച ആ സർക്കാരിനോട് നിങ്ങൾ ക്ഷമിച്ചിരിക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ നിങ്ങളെ പോലുള്ള ഈ സമൂഹത്തിന്റെ അഭിപ്രായ സ്വരൂപകരായ വനിതാ പ്രവർത്തകർ പോലും ഇക്കാര്യത്തിൽ ഒരു സുവ്യക്തമായ തീരുമാനം എടുക്കാൻ പറ്റാണ്. പാർട്ടി ചെയ്തത് തെറ്റാണ്. ഗവൺമെന്റിന്റെയാണ് പരിപാടിയെങ്കിൽ സർവകക്ഷി യോഗം വിളിക്കണം, വിശ്വാസികളുടെ സംഘടനകളുടെ യോഗം വിളിക്കണം, വിവിധ ദേവസ്വം ബോർഡുകളുടെ യോഗം വിളിക്കണം, എല്ലാവരെയും വിശ്വാസത്തിൽ എടുക്കണം. ഇതിപ്പോ എന്താ? ആദ്യം പാർട്ടി തീരുമാനിച്ചു, പിന്നെ സർക്കാർ തീരുമാനിച്ചു. ഇപ്പൊ എന്താ? കൈ പൊള്ളിയപ്പോ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ തലയിലിട്ടു. പുന്നല ശ്രീകുമാർ, അറിയാമല്ലോ സ്മൃതി, പുന്നല ശ്രീകുമാർ പട്ടികജാതി വിഭാഗത്തിന്റെ നേതാവാണ്. അദ്ദേഹം എന്താ പറഞ്ഞത്? ദേവസ്വം ബോർഡിന്റെ തലയിലിട്ട് രക്ഷപ്പെടാൻ നോക്കണ്ട. പുന്നല ശ്രീകുമാർ ഈ സർക്കാരിനൊപ്പം നവോത്ഥാന കാലത്ത് നിലയുറപ്പിച്ചതാണ്. ഈ നവോത്ഥാന കാലം എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി പറയുന്നത് കേട്ടോ, അല്ലാതെ ജനങ്ങൾ പറയുന്നതല്ല. അപ്പൊ ഈ സംഗമത്തെ കുറിച്ച് ജനങ്ങൾ എന്താ ചിന്തിക്കുന്നത്? അതൊക്കെ നടന്നു പോകും.
അത് നടക്കും, സംശയം വേണ്ട, അതങ്ങ് നടന്നു പോകും. ജനങ്ങൾക്ക് ഇതിലൊരു വിശ്വാസമില്ല, അവർ ചിന്തിക്കുന്നില്ല, അവർ ശ്രദ്ധിക്കുന്നില്ല. ഇത് എന്തെങ്കിലും നടന്നു പോക്കോട്ടെ. ഇത് ചർച്ചയാക്കുന്ന നമ്മളാ. എന്തിനാ ചർച്ചയാക്കുന്നത്? CPM, നേരത്തെ ശ്രീ ബാബു പറഞ്ഞ പോലെ CPM-ന് കുറച്ച് വോട്ട് കിട്ടണം. അപ്പൊ 2019 ഇവരെന്താ ചെയ്തത്? സ്ത്രീ സംരക്ഷകരായി വന്ന് ശബരിമലയിലെ സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് സ്ത്രീകൾക്ക് പോലീസ് അകമ്പടിയോട് കയറ്റിവിട്ട് അതിന്റെ വീഡിയോ എടുത്ത് പുറത്തു വിട്ടു. കൈ പൊള്ളി. അതിനുശേഷം അന്ന് ജയിച്ചത് കോവിഡ് കാരണമാണ്, മനസ്സിലായല്ലോ. അതിനുശേഷം പിന്നെ നടന്ന ലോക്സഭാ ഇലക്ഷനിൽ അവർ തോറ്റുപോയി. ശരി, ശ്രീ ശ്രീകുമാർ, അപ്പോൾ കൈപൊള്ളിയ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് വിജയിക്കാനുള്ള മറുതന്ത്രം മെനയാൻ അവകാശമില്ല എന്നെങ്ങനെയാണ് മറ്റൊരു രാഷ്ട്രീയ പാർട്ടിക്ക് പറയാനാവുക? പ്രത്യയശാസ്ത്രം അങ്ങനെയാണെങ്കിൽ ഇല്ലെന്ന് പറയണം, ഭരണശാസ്ത്രമേ ഉള്ളെന്ന് പറയണം. ഞങ്ങൾക്ക് അധികാരശാസ്ത്രമേ ഉള്ളൂ. ഞങ്ങളുടെ കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രം ഇവർക്കില്ല, ഇവർ കളഞ്ഞു. കാരണം 2010 ഞങ്ങൾ ദീർഘകാലമായിട്ട് അനുഷ്ഠാനവും നിലനിർത്തണമെന്ന് CPM നിലനിർത്തി പോകുന്ന പാർട്ടിയാണ് CPM എന്ന ഇടതുമുന്നണി കൺവീനർ ഇന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താ? 2019 മുമ്പ് ഉണ്ടായിരുന്നല്ലേ അർത്ഥം? EMSന്റെ കാലം തൊട്ടെന്നല്ലേ അർത്ഥം? EMS-ഉം അതുപോലെ അദ്ദേഹത്തിന്റെ ഭാര്യയൊക്കെ വിശ്വാസിയായിരുന്നു. അതൊക്കെ വേറെ വിഷയം. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം യുക്തിവാദം എന്നുള്ളത് കേവലം യുക്തിവാദവും. വിശ്വാസികൾ അവരുടെ പാർട്ടിയിൽ വരാം, അവർക്ക് അമ്പലത്തിൽ പോകാം, അവർക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. പക്ഷേ വിശ്വാസികളെ സംഘടിപ്പിച്ചുകൊണ്ട് വിശ്വാസി സംഗമം നടത്തി അവരുടെ പാർട്ടി നേതാക്കളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ചുമന്ന കൊടി അവിടെ ഉയർത്താതെ തന്നെ പ്രസംഗത്തിലൂടെ അവരവരുടെ ആശയങ്ങൾ പറഞ്ഞ് സമത്വാപരാധം മാപ്പ് പറഞ്ഞ് ഈ വിശ്വാസികളെ കൈയെടുക്കാനായിട്ട് ശ്രമം. അത് അവർക്ക് തെറ്റുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? NSS പറഞ്ഞിട്ടുണ്ട് അതിൽ പങ്കെടുക്കുമെന്ന്. ശ്രീ സുകുമാരൻ നായർ പറഞ്ഞത് ഞാൻ പങ്കെടുക്കുന്നില്ല, അദ്ദേഹം പങ്കെടുക്കുന്നില്ല, തീരെ സുഖമില്ല, പകരം ഒരു പ്രകൃതി അയക്കുന്നതാ പറഞ്ഞത്. NSS എന്താ അവിടെ ആഗ്രഹിക്കുന്നത്? ഈ തീരുമാനം, അതായത് മുമ്പെടുത്ത തീരുമാനം റദ്ദാക്കപ്പെടുമോ? റദ്ദാക്കപ്പെടുകയാണെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കഥ കഴിഞ്ഞു, പുരോഗമനാശയം അവിടെ കഴിഞ്ഞു. പിന്നെ അവർ വിശ്വാസികൾക്കൊപ്പമാണ്. അവരും കോൺഗ്രസും കേരള കോൺഗ്രസും എല്ലാം ഒരുപോലാണ്, അതിലാരും മാറ്റമില്ല. പിന്നെ UDF-ന്റെ കാര്യം സ്മൃതി പറഞ്ഞു, ലീഗിന്റെ കാര്യം. UDF-ലെ എല്ലാ കക്ഷികളും മതേതര കക്ഷികളാണ്. ആരൊക്കെയാ? കോൺഗ്രസ്, ലീഗ്, കേരള കോൺഗ്രസ്, RSP ഒക്കെ മതേതര പാർട്ടികളാണ്. നോക്കൂ, ഇന്ന് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞ എന്താണ്? UDF വരണ്ട, ഒരു പുല്ലുമില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതിന്റെ അർത്ഥം എന്താണ്? ഈ വെള്ളാപ്പള്ളി ആരോടൊപ്പം നിൽക്കുന്നത്? അപ്പോ ആ കേരള കോൺഗ്രസ് ഉൾപ്പെടെയുള്ള UDF വരണ്ടെന്ന് അദ്ദേഹം പറഞ്ഞത്. അപ്പൊ ഇടതുപക്ഷത്തുള്ള കേരള കോൺഗ്രസ് അദ്ദേഹം പറയുന്നില്ല. അപ്പൊ ഈ വെള്ളാപ്പള്ളി നടേശൻ പറയുമ്പോൾ അത് മാർക്സിസ്റ്റ് പാർട്ടിയുമായി ചേർന്ന് നിൽക്കുന്ന ഒരു പ്രമുഖനാണ് അദ്ദേഹം. അത് മനസ്സിലാക്കണം. ശ്രീ സുകുമാരൻ നായർ പറഞ്ഞൊരു കാര്യമുണ്ട്. എന്താണ് പറഞ്ഞത്? അവിടെ നടക്കുന്ന കാര്യങ്ങൾ അറിയാൻ ഒരു പ്രതിയായിരിക്കും. ഇവര് സുകുമാരൻ നായരുടെ മുമ്പിൽ ഇവര് മുട്ടുകുത്തും, നോക്കിക്കോ. NSS-ന്റെ മുമ്പിൽ ഇവര് മുട്ടുകുത്തും. NSS-ലെ നായന്മാർ സുകുമാരൻ നായരുടെ പോക്കറ്റിലല്ലെന്ന് പറഞ്ഞ AK ബാലൻ ഇനി എന്ത് പറയുന്നറിയണം. ഇവര് NSS-നെയും അതുപോലെ തന്നെ ആരോഗ്യ പ്രശ്നമുള്ളത് കൊണ്ട് തന്നെയാണ് ശ്രീ ശ്രീകുമാർ സുകുമാരൻ നായരെ അങ്ങോട്ട് പോയി കണ്ടത് പിണറായി വിജയനാണ് കേട്ടോ, ആശുപത്രിയിൽ. അങ്ങനെയൊക്കെ ബന്ധം മെച്ചപ്പെടുന്നതിന്റെ സൂചനകൾ വേറെ ഉണ്ടായിട്ടുണ്ട്. നോക്കൂ സ്മൃതി, വ്യക്തിബന്ധങ്ങളൊക്കെ വേറെ വിഷയങ്ങളാണ്. അങ്ങനെ ഒരു വ്യക്തിബന്ധമൊന്നും നേരത്തെ ഉണ്ടായിരുന്നില്ലല്ലോ ശ്രീ ശ്രീകുമാർ. മനസ്സിലാക്കണം, ബന്ധം മെച്ചപ്പെടുത്താൻ സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്നുള്ള തന്ത്രം നിങ്ങൾക്ക് മാത്രം സാധ്യമായ ഒന്നല്ല, ഞങ്ങൾക്കും സാധ്യമാണ് എന്ന് പിണറായി വിജയൻ CPIM നേരത്തെ തന്നെ തെളിയിച്ചിട്ടുള്ളതാണ്. അപ്പോൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കനൽ ഒരു തരിയായപ്പോൾ കനൽ കൂട്ടാൻ വേണ്ടിയുള്ള അടുത്ത ശ്രമങ്ങളിലേക്ക് കടക്കുന്നു. രാഷ്ട്രീയമായ തന്ത്രങ്ങൾ എല്ലാവരും പയറ്റുന്നു. അവിടെ ജനം എവിടെ നിൽക്കുന്നു എന്നുള്ളിടത്താണ് പ്രാധാന്യം നിൽക്കുന്നത്. അതിൽ CPM ഞങ്ങളിതാ നിലപാട് മാറ്റി ആചാര സംരക്ഷകരായി മാറി എന്നൊരു വാചകം പറയാനേ ബാക്കിയുള്ളൂ. അങ്ങനെ പറയുമോ എന്നുള്ളതാണ് നമ്മുടെ മുന്നിലെ രാഷ്ട്രീയ കൗതുകം. മടങ്ങിയെത്താം. ശ്രീ എം പ്രകാശൻ, ഇപ്പോൾ സുപ്രീം കോടതി സത്യവാങ്മൂലത്തിൽ നിയമോപദേശം തേടാൻ പോവുകയാണ് ദേവസ്വം ബോർഡ്. അതായത് നിലവിലെ സത്യവാങ്മൂലം മാറ്റണോ എന്ന ആലോചനയിലേക്ക് കടക്കുന്നു. യുവതീ പ്രവേശത്തെ അംഗീകരിച്ചുകൊണ്ടുള്ള സത്യവാങ്മൂലം മാറ്റി നൽകുമോ ഈ സർക്കാർ? അത് ഗവൺമെൻറ് വ്യക്തമാക്കേണ്ട ഒരു കാര്യമാണ്. ഇവിടെ നടക്കുന്ന ചർച്ചകൾ കേട്ടാൽ നമുക്ക് മനസ്സിലാക്കാനാവുന്നത്, ഇപ്പോൾ ശ്രീകുമാർ പറഞ്ഞ കാര്യം, അദ്ദേഹം ഈ കുരുടൻ ആനയെ കണ്ടതുപോലെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയും എൻ്റെ സിദ്ധാന്തങ്ങളെയും കാണുന്നത്. CPM കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ലാതായി എന്ന് അദ്ദേഹം പറയാണ്. ഞാൻ അദ്ദേഹത്തെ ഓർപ്പിക്കാം, മഹാനായ ലെനിനും പ്രമുഖ മാർക്സിസ്റ്റ് റോസ ലുക്സംബർഗും തമ്മിൽ നടന്നൊരു ചർച്ചയുണ്ട്. അതിൽ പണ്ഡിതാഗ്രേസരനായിട്ടൊരു മാർക്സിസ്റ്റിനെയും നല്ല ദൈവവിശ്വാസിയായിട്ടുള്ളൊരു സാധാരണ തൊഴിലാളിയെയും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ആരെ സ്വീകരിക്കണമെന്ന് ചോദിച്ചപ്പോൾ ലെനിൻ അര സെക്കൻഡ് പോലും ആലോചിക്കാതെ പറഞ്ഞത് ഞാൻ സ്വീകരിക്കുക ഈ തൊഴിലാളിയാണെന്നാണ്. ഇവിടെ കേരളത്തിൽ
ഈ വിശ്വാസികളുടെ സ്വാതന്ത്ര്യം സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി ആരാ പോരടിച്ചത്? BJP-കാരുണ്ടായിരുന്നോ? ഞാൻ ചോദിക്കട്ടെ, പാലിയം സത്യാഗ്രഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആഹ്വാനം ചെയ്തതാണ് ക്ഷേത്രപ്രവേശനത്തിന് വേണ്ടി. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടാക്കിയിട്ടുള്ള പി കൃഷ്ണപിള്ള ഏറ്റവും വലിയ മർദ്ദനം ഏറ്റുവാങ്ങിയത് എവിടെയാ? അമ്പലത്തിൽ പ്രവേശനമില്ലാത്ത ആളുകളെ കൂട്ടിക്കൊണ്ടുപോയിട്ട് അവിടെ ഗുരുവായൂരപ്പന് മുമ്പിൽ മണിയടിച്ചപ്പോഴാണ്. മഹാനാട്ടിൽ AKG ഭീകരമായിട്ട് മർദ്ദിക്കപ്പെട്ടത് എപ്പോഴാണ്? ഇവിടെ കണ്ണൂർ ജില്ലയിലുള്ള കണ്ടോത്ത് ക്ഷേത്രത്തിൽ അവിടെ പിന്നോക്കക്കാരനെ കൂട്ടി പ്രവേശിപ്പിച്ചപ്പോഴാണ്. അതുകൊണ്ട് അത്തരം കാര്യങ്ങളൊന്നും ഞങ്ങൾക്ക് ആരുടെ ഈ സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല. അത് നവോത്ഥാനാണ്. ആ നവോത്ഥാനത്തിന് കൂടെ ഞങ്ങൾ നിൽക്കുന്നത്. നവോത്ഥാനത്തിന് കൂടെ തന്നെ ഞങ്ങള്. BJP-ക്കാർക്കുള്ള പ്രയാസം ഞങ്ങൾക്കറിയാം. അല്ല, നിങ്ങൾ നവോത്ഥാനം എന്ന് പറയുന്നത് നിങ്ങൾ വിചാരിക്കുന്ന നവോത്ഥാനവും ഞങ്ങൾ കാണുന്ന നവോത്ഥാനവും ഒന്നല്ല. ഒരു കാര്യമല്ല, പ്രായോഗികമായിട്ടുള്ള കാര്യമാണ്. മാർക്സിസം പ്രായോഗിക നവോത്ഥാനം എന്നൊരു പുതിയ പ്രയോഗം അല്ലേ? പ്രായോഗിക നവോത്ഥാനം എന്നൊരു പുതിയ പ്രയോഗം. സ്മൃതിക്ക് മാർക്സത്തെ പറ്റി എന്താണ് അറിയുക എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷേ സ്മൃതി മാർക്സം പഠിക്കണം. മാർക്സം എന്ന് പറയുന്നത് വരട്ടുപരമായിട്ടൊരു ദർശനമല്ല. കാലികമായ മാറ്റത്തിനനുസരിച്ച് ആ മാർക്സ് ലെനിസത്തിന്റെ സിദ്ധാന്തങ്ങളെ പ്രയോഗിക്കുന്ന നിലപാടാണ് മാർക്സിസം. ഇവിടെ BJP-ക്കാരുടെ പ്രയാസങ്ങൾക്കറിയാം. അവർ വിശ്വാസികളെ ആകെ കൊണ്ടുപോയി ഇവിടെ CPM-നും LDF-നും എല്ലാം ഇതിനായിട്ട് തിരിച്ചു കളയാം എന്ന് വിചാരിക്കുമ്പോൾ അത് സാധ്യമാകാതിരിക്കുമ്പോൾ അവരുടെ പ്രയാസം മനസ്സിലാക്കാം. പിന്നെ 40% ഹിന്ദുവിന്റെ വോട്ട് കിട്ടി BJP-ക്കാരെന്ന് പറഞ്ഞാൽ എന്നൊരു 10-20 സീറ്റ് കിട്ടണമല്ലോ. വെറുതെ വല്ലതും പറയല്ലേ? ഇവിടെ വിരലെണ്ണാൻ വേണ്ടി പറ്റാവുന്ന കടന്നു ചെല്ലുന്നു എന്ന അർത്ഥം കൂടി ഉണ്ടല്ലോ ശ്രീ എം പ്രകാശൻ. വോട്ടാണ് മുഖ്യം. അതാ നിങ്ങൾക്ക് എന്ന് പറഞ്ഞാല് ഈ ഓരോരുത്തരുടെ ഈ താല്പര്യങ്ങൾക്കനുസരിച്ചാണല്ലോ കാര്യങ്ങൾ കാണുക. ഞങ്ങൾക്ക് വിശ്വാസവുമായി ബന്ധപ്പെട്ടും ആരാധനാലയങ്ങളുമായി ബന്ധപ്പെട്ടും ഇന്ന് കേരളത്തിലെ വിശ്വാസികൾ ഇതെല്ലാം കൈകാര്യം ചെയ്യാൻ ഏൽപ്പിച്ചിരിക്കുന്നത് ഞങ്ങളെയാണ്. BJP-യോ അല്ലെങ്കിൽ ശ്രീകുമാറിന്റെ പാർട്ടിയോ അല്ല ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നത്. ഉത്തരവാദിത്വത്തോടെ അത് കൈകാര്യം ചെയ്യും എന്ന് 2018 നിങ്ങളെയല്ലേ? അല്ല, ഞങ്ങളിപ്പോ എന്താ വേറെ വ്യത്യാസം വരുത്തിയിരിക്കുന്നത്? 2018 ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നത് സുപ്രീം കോടതിയുടെ വിധി വന്നപ്പോൾ ആ വിധിയുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ നിലപാടുകൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തെറ്റാണ് നിങ്ങൾ പറഞ്ഞത്. ഇല്ല, ഞങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടല്ലോ. നിങ്ങൾക്ക് എന്താന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടല്ലോ. ഞാൻ പറഞ്ഞല്ലോ, ആദ്യം ഞാൻ പറഞ്ഞല്ലോ, റിവിഷൻ പെറ്റീഷൻ അതിന് വരെ നടന്നുകൊണ്ടിരിക്കുകയാണ്. 10 അംഗ ബെഞ്ച് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ വിഷയത്തെ സംബന്ധിച്ച്. ഇവിടെ ഒരു ആരാധനാലയത്തിൽ കൈകാര്യം ചെയ്യപ്പെടേണ്ട കാര്യങ്ങൾ എന്താണ് തീരുമാനിക്കുന്നത്? വിശ്വാസികളാണല്ലോ. മുസ്ലിം വിശ്വാസികളാണ്. അതുകൊണ്ടെന്താ അപ്പോൾ യുവതി പ്രവേശമാണ് ഇപ്പോഴത്തെ വിധി. നടപ്പിലാക്കണമെന്നുള്ള നിർബന്ധമാണോ? നടപ്പിലാക്കണമെന്ന് നിർബന്ധമില്ല, അതാണ് ചോദിച്ചത്. അതിലെ നിങ്ങളുടെ നിലപാടാണ് ചോദിച്ചത് ശ്രീ എം പ്രകാശൻ. യുവതി പ്രവേശമാണ് നിലവിലെ വിധി. അതാ ഞാൻ പറഞ്ഞത്. ഇവിടെ നിലവിലെ വിധി ഏതാണ്? ഇപ്പോ ഈ സ്ത്രീ പുരുഷ തുല്യതയാണ് ഇന്ത്യ രാജ്യത്തുള്ള നിലവിലുള്ള നിയമം. നടപ്പാക്കപ്പെടുന്നുണ്ടോ? ശരി, ഇല്ലല്ലോ. ഇല്ല, നിലപാടാണ് നടപ്പിലാക്കപ്പെടുന്നില്ല. നോക്കൂ ശ്രീ എം പ്രകാശൻ, ശബരിമല യുവതി പ്രവേശം അടഞ്ഞ അധ്യായം എന്ന വാചകത്തിന്റെ അർത്ഥം എന്താണ്? നിങ്ങൾ അതിന് നടപ്പാക്കില്ല. 2018 ഞാൻ പറയാം, നിങ്ങൾ വ്യാഖ്യാനിക്കുന്നത് എന്തിനാ? 2018 സുപ്രീം കോടതിയുടെ വിധി വന്നപ്പോൾ ആ വിധിയോടുള്ള ഞങ്ങളുടെ നിലപാട് ഞങ്ങൾ പരസ്യപ്പെടുത്തിയിട്ടുണ്ട്. ആ നിലപാടുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ട്. ഇപ്പോൾ നടക്കുന്നത് അയ്യപ്പന്മാരുടെ സംഗമമാണ്. അയ്യപ്പന്മാരുടെ സംഗമം നടക്കുമ്പോൾ ആ വിധി നടപ്പിലാക്കി ചോദിക്കുന്ന കാര്യം എന്താ? ഇപ്പൊ നടക്കുന്നത് എന്താ? ഇപ്പൊ വിധി നടപ്പാക്കുന്ന കാര്യമാണ് നടക്കുന്നത്. നിങ്ങൾ ചർച്ച ചെയ്യുന്നതിന് മേലെയാ? ഇവിടെ അഖില ലോക അയ്യപ്പ സംഗമത്തിന്റെ മേലെയല്ലേ ചർച്ച? അപ്പോൾ നിങ്ങൾ പറയേണ്ട ഒരു കാര്യമുണ്ട്. ശബരിമല യുവതി പ്രവേശം ഇവിടുത്തെ സുപ്രീം കോടതി നിലവിലെ വിധിയാണ്, അത് ഞങ്ങൾ നടപ്പാക്കും. അതോടൊപ്പം ഞങ്ങൾ ഇതാ അയ്യപ്പ സംഗമവും നടത്തുന്നു. അതല്ലേ അതിലെ കൃത്യമായ നിലപാട്? രണ്ടും ഞങ്ങളുടെ നിലപാടാണെന്ന് പറയുമ്പോഴാണല്ലോ നിങ്ങൾ പൂർണ്ണമായും വിശ്വാസികൾക്കും ഒപ്പമാണ്, നവോത്ഥാനത്തിനും ഒപ്പമാണ് എന്ന സമീപനമാകുക. അപ്പൊ മറ്റേത് മാറ്റി ഇതിലേക്കാണ് ഞങ്ങൾ വന്നത് എന്ന് പറയുന്നതിന് അർത്ഥം എന്താണ്? എന്നാ പിന്നെ സ്മൃതി ഭരിച്ചാ പോരെ? ഭരിക്കുന്നത് ഞങ്ങളാണല്ലോ. നിങ്ങൾ ഭരിക്കുന്നവരോടാണല്ലോ ചോദ്യം. ഭരിക്കുന്നവരോട് ചോദിക്കുകയാണ്, ഇങ്ങനെ പരിഹസിച്ചിട്ട് കാര്യമില്ല. ക്ഷേത്രങ്ങൾ ഉപയോഗിച്ചു സ്മൃതി അദ്ദേഹം പറഞ്ഞ് ഇവിടെ ക്ഷേത്രങ്ങൾ ഉപയോഗിച്ചിട്ട് മുസ്ലിം ആരും ഈ രാജ്യത്ത് വേണ്ട, അവരുടെ പള്ളികളെല്ലാം ക്ഷേത്രമാണ് എന്ന് സ്ഥാപിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനവും ഗവൺമെന്റും ഇവിടെ ആരാധന ക്രമങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് വർഗീയ ശക്തിപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടി. അത്തരം ഒരു സാഹചര്യത്തെ കാണാതെ നിലപാട് സ്വീകരിക്കാൻ കഴിയില്ല.
എന്താ ഇപ്പോൾ കേരളത്തിൽ ഇന്ത്യ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്? എന്താ മുസ്ലിമിനെ ക്രിസ്ത്യാനിക്കെതിരായിട്ടും അതുപോലെ ഹിന്ദുക്കൾക്കെതിരായിട്ടും തിരികെ ഇതല്ലേ നടന്നുകൊണ്ടിരിക്കുന്നത്? ഹിന്ദു ക്ഷേത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അവിടെ മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും പഠിപ്പിക്കുക, ഇതല്ലേ നടന്നുകൊണ്ടിരിക്കുന്നത്? അങ്ങ് കേട്ടോ, മലപ്പുറത്ത് പോയപ്പോൾ ശ്വാസം മുട്ടിയ ഒരു സാമുദായിക നേതാവ് ഉണ്ടായിരുന്നു. നിങ്ങൾ എന്താ പറയാ പുറപ്പൊക്കെ പുറച്ചു കൊടുത്ത് അദ്ദേഹത്തെ ആദരിച്ചു. 8 മണിക്ക് കഴിയില്ലേ? 8 ഇവിടെ ഈ ഹിന്ദുക്കളുടെ ക്ഷേത്രത്തെ നോക്കിയിട്ട് ഈ കേരളം ഒരു ഭ്രാന്താലയമാണെന്ന് പറഞ്ഞിട്ടുള്ള ആളുണ്ടായിരുന്നു കേരളത്തിൽ. വെള്ളാപ്പള്ളി നടേശനാണ് ഉദ്ദേശിച്ചത്. ഇപ്പോൾ സംഗമത്തെ പൂർണ്ണമായി പിന്തുണയ്ക്കുന്ന വെള്ളാപ്പള്ളി നടേശ് നടത്തുന്ന വർഗീയ പ്രസ്ഥാനങ്ങൾ വർഗീയതയെ എതിർക്കുമ്പോൾ നിങ്ങൾ മൊത്തത്തിൽ എതിർക്കണമല്ലോ. ചൂസ് ചെയ്ത് എതിർത്താൻ പറ്റില്ലല്ലോ. ഞങ്ങള് വർഗീയതക്കെതിരായ സമരത്തിൽ യോജിക്കാവുന്ന എല്ലാവരെയും ഞങ്ങൾ യോജിപ്പിക്കും. ഇന്ത്യയിൽ ഒരു അർബുദം പോലെ പടർന്നു പിടിക്കുന്ന വർഗീയതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ശക്തികൾ ഒരു ഭാഗത്ത് BJPയും മറുഭാഗത്ത് ഈ പറയുന്ന പോലെ തന്നെ ജമാഅത്തെ ഇസ്ലാമിയുമാണ്. അതിനെ ചെറുക്കുന്നതിന് വേണ്ടിയുള്ള ചർച്ചയുണ്ടോ CPM-ന് ഇപ്പോൾ വർഗീയതയുമായി ബന്ധപ്പെട്ട്? നിങ്ങൾക്ക് വെള്ളാപ്പള്ളിയെ പറ്റി ചോദിക്കുമ്പോൾ വെള്ളാപ്പള്ളി എന്ന വാക്ക് പറയാനേ പറ്റുന്നില്ല, പേര് പറയാനേ പറ്റുന്നില്ല, നേരെ ചാടി അപ്പുറത്തേക്ക്. സാമുദായിക നേതാക്കന്മാരെ പറ്റിയൊക്കെ വ്യക്തമായ നിലപാടുള്ള പാർട്ടിയല്ലേ ഞങ്ങൾ. എന്താണ് ആ പുതിയ നിലപാടൊന്ന് കേൾക്കണം. ശേഷം നിങ്ങൾ അതിനെ രൂക്ഷമായി വിമർശിച്ചു എന്ന ചോദ്യമുണ്ടല്ലോ. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായില്ല. ഇന്ത്യ രാജ്യത്തെ ആകെ തന്നെ ഒരു അഗ്നികുണ്ഡത്തിലേക്ക് ആനയിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ മതനിരപേക്ഷവാദികളെ ആകെ വർഗീയതക്കെതിരെ അണിനിരത്തുക ഞങ്ങളുടെ ശ്രീ എം പ്രകാശൻ, അഡ്വക്കേറ്റ് ആശയ്ക്ക് നിങ്ങൾക്കൊപ്പം നിന്ന് നിങ്ങൾ പ്രതീക്ഷ വച്ചിരുന്ന ഒരു നേതാവാണല്ലോ. അഡ്വക്കേറ്റ് ആശ പറയൂ. ഞാൻ ശ്രീമതി സംസാരിച്ചോട്ടെ സമയം ഞാൻ പറയട്ടെ. ഒന്നാമത്തെ കാര്യം വളരെ ക്ലിയർ ആണ്. എന്നെ ആർക്കും ചതിക്കാനും പറ്റിക്കാനും പറ്റിയിട്ടില്ല. ഈ ഗവൺമെന്റിനെ സാധിച്ചിട്ടില്ല. കൃത്യമായി നിയമം പറയാനാണ് എന്നെ ഇവിടെ ഇരുത്തിയെങ്കിൽ ഞാൻ പറയുന്ന നിയമം നിങ്ങൾ കേൾക്കൂ. സബ്ജക്ട് ടു പബ്ലിക് ഓർഡർ, മൊറാലിറ്റി ആൻഡ് ഹെൽത്ത്. പബ്ലിക് ഓർഡർ, ഞാനൊരു ക്ഷേത്രത്തിൽ പ്രവേശിച്ചാൽ ക്ഷേത്രത്തിൽ ബോംബിടുന്ന് പറഞ്ഞാൽ പിന്നെ എന്നെ അങ്ങോട്ട് വിടില്ല ഗവൺമെന്റ്. അങ്ങനെയാണ് ഈ ഗവൺമെന്റിന് ചെയ്യാൻ പറ്റുള്ളൂ. പബ്ലിക് ഓർഡർ, ലോ ആൻഡ് ഓർഡർ നോക്കേണ്ട ഉത്തരവാദിത്തം ഈ ഗവൺമെന്റിനാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തം കോൺസ്റ്റിറ്റ്യൂഷനെ പ്രൊട്ടക്ട് ചെയ്യലാണെങ്കിലും സബ്ജക്ട് ടു പബ്ലിക് ഓർഡറും മൊറാലിറ്റിയും അതുപോലെ തന്നെ ഹെൽത്തും വെച്ച് മാത്രമേ റൈറ്റ് ടു കോൺസെസ്, ഫ്രീഡം ഓഫ് കോൺസെസും ഫ്രീഡം ഓഫ് റിലീജിയനും സാധ്യമാവുള്ളൂ എന്ന് ആർട്ടിക്കിൾ 25 പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഭരണഘടന വ്യാഖ്യാനിച്ച ശബരിമല ജഡ്ജ്മെന്റ് 2018 ജഡ്ജ്മെന്റ് വുഡ് ബി എൻഫോഴ്സ്ഡ് അൺടിൽ ദ റിവ്യൂ പെറ്റീഷൻ എന്ന് കൃത്യമായി സുപ്രീം കോടതി പറഞ്ഞു വെച്ചിട്ടുണ്ട്. എന്താ പറഞ്ഞത് സുപ്രീം കോടതി? 5 കാര്യങ്ങൾ അതുകൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. 1, കേരള ഹിന്ദു പ്ലേസസ് ഓഫ് വർഷിപ്പ് അതോറിറ്റേഷൻ ഓഫ് എൻട്രി, അകത്തേക്ക് കടക്കാൻ വേണ്ടി ഉണ്ടാക്കിയ നിയമം, അതാണ് സർക്കാർ ഉണ്ടാക്കിയ നിയമം. ആ നിയമം 1965 എല്ലാ ടെമ്പിളുകളും തുറന്നു കൊടുത്ത നിയമത്തിന്റെ അകത്ത് ഒരു റൂൾ ഉണ്ടാക്കിക്കൊണ്ട് സ്ത്രീകളെ 3B വെച്ചിട്ട് സ്ത്രീകളെ 10 മുതൽ 50 വരെ സ്ത്രീകളെ മാറ്റി നിർത്തി. അങ്ങനെ തുറന്നു കൊടുത്ത നിയമത്തിൽ എങ്ങനെ നിങ്ങൾക്ക് ഹഡിൽസ് വെക്കാൻ പറ്റി എന്നതാണ് ഒരു ചോദ്യം. അങ്ങനെ ഹഡിൽസ് വെക്കാൻ പറ്റുമോ? ഇല്ല. അതാണ് സുപ്രീം കോടതിയുടെ ഒരു ജഡ്ജ്മെന്റ്. രണ്ടാമത്തെ ജഡ്ജ്മെന്റ് ഉണ്ട്. ഞാൻ പറയാം നിയമത്തിലല്ല, അതിന് റൂൾസിലുണ്ട്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാല് കൃത്യമായി തന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാല് സ്ത്രീകൾ എന്ന് ഓക്കെ ശരി, സ്ത്രീകൾ എന്ന് പറയുമ്പോൾ അവര് മാറ്റി നിർത്തപ്പെട്ട ആളുകളാണോ? അല്ല, അത് പാടില്ല എന്ന് കൃത്യമായി തന്നെ ആർട്ടിക്കിൾ 14-ന്റെയും 15-ന്റെയും അതുപോലെ പ്രൊഹിബിഷൻ ഓഫ് അൺടച്ചബിലിറ്റിയും പറഞ്ഞ് ആ ഇഷ്യൂ ഡിസ്കസ് ചെയ്തു. സ്ത്രീകൾക്ക് ഒരിക്കലും മാറ്റി നിർത്താൻ പറ്റില്ല. അയ്യപ്പ ഭക്തന്മാർ ഒരു പ്രത്യേക ഡിനോമിനേഷനാണോ? അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞു. അത് അപ്പൊ വളരെ ക്ലിയർ ആണ് സുപ്രീം കോടതിയുടെ 5 തീരുമാനങ്ങളും. അതുപോലെ തന്നെ വളരെ ക്ലിയർ ആണ് സർക്കാരിന്റെ നിലപാടും. പക്ഷേ ഇവിടെയുള്ളത് എന്താ? അയ്യപ്പ വിശ്വാസ സംഗമം. അപ്പൊ അയ്യപ്പ വിശ്വാസ സംഗമത്തിന് മുൻപില് ശബരിമല അയ്യപ്പ വിശ്വാസ സംഗമം എന്ന് കൂടി വെക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഈ വിഷയം ചർച്ച നന്നാകുമായിരുന്നു. കാരണം ശബരിമല അയ്യപ്പനാവണമെങ്കിൽ, ശബരിമല അയ്യപ്പനെ വിശ്വസിക്കണമെങ്കിലും അവിടേക്ക് പോകണമെങ്കിലും സ്ത്രീകൾക്ക് അനുവാദമുണ്ടോ ഇല്ലയോ, സുപ്രീം കോടതി വിധി നടപ്പിലാക്കുമോ ഇല്ലയോ എന്നാണ് ചോദ്യം. പക്ഷെ അയ്യപ്പന്റെ അമ്പലത്തിലേക്ക് അല്ലല്ലോ പോകുന്നത്. ഒരു സ്ഥലത്ത് ഗ്ലോബൽ മീറ്റ് നടത്താൻ പോലും സ്ത്രീകളെ നിങ്ങൾ കയറ്റില്ലേ? ഇവിടെയാണ് ചോദ്യം വ്യത്യാസം.
മറ്റേ സ്ഥലത്ത് പോകുമെന്ന കാര്യം ഗവൺമെന്റ് കൊടുത്തു കഴിഞ്ഞു. ഇനി അവരവിടെ അഫിഡവിറ്റ് മാറ്റുന്നത് വരെ ഈ ഗവൺമെന്റിനെ വിശ്വസിച്ചേ പറ്റൂ. പാർട്ടിയാണ് അടുത്ത കാര്യം തീരുമാനിക്കുന്നത്. പാർട്ടിയുടെ തീരുമാനം. നിങ്ങൾ പാർട്ടി പറയുന്നത് പാർട്ടിയും ഗവൺമെന്റും വേറെ വേറെയാണ്. സിഎം ആയിട്ടുള്ള പിണറായി വിജയൻ കൊടുക്കേണ്ട ഉത്തരം, ഭരണഘടനാ പ്രകാരം സുപ്രീം കോടതി കൊടുക്കേണ്ട ഉത്തരം ഒരിക്കലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവിന് കൊടുക്കാൻ പറ്റില്ല. മന്ത്രി പറഞ്ഞു കഴിഞ്ഞു. അവര് കൊടുക്കട്ടെ, അവര് അഫിഡവിറ്റ് മാറ്റി കൊടുക്കട്ടെ, എന്നിട്ട് പറയാം അവർ അഫിഡവിറ്റ് മാറ്റാൻ തയ്യാറാകുമോ? അത് ദേവസ്വം ബോർഡാണ് തീരുമാനിക്കുന്നതാണ് ഇപ്പോൾ പറയുന്നത്. നിലവിലൊരു യുവതി ശബരിമല ക്ഷേത്രത്തിൽ വന്നാൽ സർക്കാർ കയറ്റുമെന്നാണോ നിങ്ങൾ പറയുന്നത്? ഇപ്പോൾ ആശ വിശ്വാസം അർപ്പിച്ചിട്ടുള്ള സർക്കാരാണല്ലോ. നിലവിലൊരു യുവതി ശബരിമല ക്ഷേത്രത്തിലേക്ക് വന്നാൽ കയറ്റും. പിണറായി വിജയന്റെ ഗവൺമെന്റ് കയറ്റുമോ? ഭരണഘടനാപരമായി കയറ്റണം എന്നതാണ് അതാണ് ഡ്യൂട്ടി. ദാറ്റ് ഈസ് ദി ഡ്യൂട്ടി ഓഫ് ദി ഗവൺമെന്റ്. അല്ല, ഡ്യൂട്ടി അതാണ്, പക്ഷെ അത് ചെയ്യുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ വിഷയം തന്നെ. അതെ, നമ്മുടെ സമയം കഴിഞ്ഞുകൊണ്ടാണ്. നവോത്ഥാന മൂല്യങ്ങൾ നമുക്ക് അടുത്ത ദിവസം ഇരിക്കാം. സമയം പൂർണ്ണമായി നവോത്ഥാന മൂല്യങ്ങൾ എന്നൊക്കെ പറഞ്ഞ് ഹിന്ദുവിന്റെ മെക്കെട്ടുകാരുക എന്നല്ലാതെ ആശ ഉൾപ്പെടുന്ന ഒരാളും മറ്റു മതങ്ങളുടെ വിശ്വാസങ്ങളുടെ കാര്യത്തിൽ ഇടപെടാറില്ല. സ്മൃതി, അവിടെ ഇപ്പൊ ശരീരത്തിന്റെ കാര്യത്തിൽ ഇടപെടുവോ? ആശയ്ക്ക് വല്ല അഭിപ്രായമുണ്ടോ കാര്യത്തിൽ? വനിതാ മതിൽ ഉണ്ടാക്കുമോ അതിന്റെ കാര്യത്തിൽ? അതിന് വേണ്ടിയിട്ട് ഒരു ഈ നവോത്ഥാന മൂല്യങ്ങൾ എന്ന് പറഞ്ഞ് ഹിന്ദുവിന്റെ മെക്കെട്ടുവിന്റെ വിശ്വാസം അവിടെ മാത്രമേ നമുക്ക് അടുത്ത ദിവസം ഈ വിഷയം വരുമല്ലോ, അപ്പോൾ ചർച്ചയ്ക്ക് ഇരിക്കാം. വളരെ നന്ദി ശ്രീ എം പ്രകാശൻ, ശ്രീ ആർ വി ബാബു, ശ്രീ എൻ ശ്രീകുമാർ, അഡ്വക്കേറ്റ് ആശ ഉണ്ണിത്താൻ ചർച്ചയിൽ പങ്കെടുത്തതിന്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.